ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഞാൻ അംബിക ഹരേ മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. രതി ദേവി മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ രമണി രോഹിണി ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ പ്രശാന്ത് പ്രഭു. ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. നമ്മളിപ്പം ഒരാഴ്ചയായിട്ട് ഏകദേശം ഒരു എന്താ പറഞ്ഞ അംഗസംഖ്യ വളരെ കുറവാണ്. രാമായണ പാരായണം ഡെയിലി ഉണ്ട്. അതിൽ ഒരാൾ രണ്ടാളൊക്കെയാണ് കാണുന്നത്. കാര്യം മഴയുടെ ആധിക്യം കൊണ്ടും പലർക്കും നെറ്റില്ല, കാറ്റാണ്, കറണ്ട് പോയി, അങ്ങനെയൊക്കെ മൊബൈൽ ചാർജ് ചെയ്യാൻ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മെസ്സേജുകൾ കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമ്മളുടെ മെയിൻ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള 3 വർഷമായിട്ടുള്ള സ്ഥിരം കുറച്ച് പാർട്ടിസിപ്പൻസും ഇതുപോലെ എന്താണ് പറയുന്നത്, അവർ ഗുരുവായൂർ അഷ്ടപതി ഒക്കെ കൂടാനായിട്ട് അവിടെ തങ്ങുകയാണ് ചിലർ. അങ്ങനെ അവിടെ നിന്ന് ഓരോ ബന്ധുവീടുകളിലൊക്കെ പോയി അങ്ങനെ കറങ്ങി നടക്കുകയാണ്. പിന്നെ ഇവിടെ നിന്നുള്ള കുറച്ച് ഡിവോട്ടീസൊക്കെ നാട്ടിൽ വെക്കേഷന് പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, മായ പിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് അംഗസംഖ്യ കുറവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഞാനിപ്പം ഭഗവത്ഗീത എടുക്കുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം നമുക്ക് പ്രശാന്ത് പ്രഭുവാണ് നമുക്കിന്ന് വിസിറ്റിംഗ് വൈഷ്ണവനായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ദുബായിലാണ് ജോലി. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നാട്ടിൽ പോയി. അതിനുശേഷം വീണ്ടും ആ, ദുബായിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് പലപ്പോഴും ആ, പല കഥകളും നല്ല ഭഗവാന്റെ കഥകളൊക്കെ ആയിട്ട് പറഞ്ഞു തരാനുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു പാഠമാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇപ്പോഴും എന്താ പറയുക, നമ്മളുടെ ഓരോ വീഡിയോസിൽ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു കാണും. നമ്മൾ പ്രേമവൃന്ദാവനത്തിൻ്റെ ഓൺലൈൻ ഫേസ്ബുക്ക് പേജ് ലോഞ്ച് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ നമ്മുടെ പരിക്രമം, ഒന്നാമത്തെ തവണത്തെ പരിക്രമം 2023 ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതിലേക്ക് ആ ജീവിക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്ത് പ്രഭുവിൻ്റെ ആണ്. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും നമ്മളിലൂടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായി. എത്ര വർഷമായെന്ന് എനിക്ക് 1 വർഷത്തിൽ കൂടുതലായി എന്തായാലും എന്ന് എനിക്ക് ആ, അറിയാം. കൃത്യമായിട്ട് ചിലപ്പോൾ പ്രഭുവിന് അറിയാമായിരിക്കും. അപ്പം നമുക്കിന്ന് ആദ്യം തന്നെ പ്രഭുവിൻ്റെ കാര്യം, ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടയ്ക്ക് ആരെങ്കിലും ഒന്നോ രണ്ടോ ചെയ്താലായി. അതുകൊണ്ട് നമുക്ക് പ്രഭുവിൻ്റെ പിന്നെ മാക്സിമം ആൾക്കാരും ഞാൻ കാണുന്നുണ്ട് യൂട്യൂബിൽ ഒരു 50 to 70 ആൾക്കാർ വ്യൂവേഴ്സ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് ജോലിക്ക് ഇടയിൽ ഇത് ഓണാക്കി വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ളവർ കാണുന്നത്, കയറാനായിട്ട് സാധിക്കാത്തവരൊക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പ്രശാന്ത് പ്രഭുവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രേമവൃന്ദാവനം സത്സംഗത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും പ്രഭുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രഭു വീണ്ടും പ്രേമവൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. പ്രഭുവിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഒന്ന് പറയൂ. അതിനുശേഷം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു ശകലോടെ സൗണ്ട് ആകാമായിരുന്നു വിചാരിക്കുന്നു. അല്പം കൂടെ ഒച്ചത്തിൽ പറയണോ? ആ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഒന്ന് മാറ്റിക്കോട്ടെ. ഇപ്പം ക്ലിയർ ആണ്. ഇപ്പൊ ഒരു എക്കോ ഉണ്ട്. ഹരേ കൃഷ്ണ. എക്കോ മാറി. ഒരെണ്ണം ഓഫ് ചെയ്തപ്പോ, ഒരു ഡിവൈസ് ഓഫ് ചെയ്തപ്പോ എക്കോ മാറി. ഇപ്പൊ ഓക്കെ ആണല്ലോ? ഓക്കെ. ഓക്കെ. എല്ലാവർക്കും എന്റെ ഹരേ കൃഷ്ണ, ഹരേ നമസ്കാരം. ഹരേ കൃഷ്ണ. എല്ലാരെയും വീണ്ടും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ജയേഷ് പ്രഭു പറഞ്ഞതുപോലെ ഓൾമോസ്റ്റ് 1 വർഷത്തിൽ കൂടുതലായി പല പല തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പങ്കെടുക്കാൻ പറ്റാതെ പോകുന്നതാണ്. പിന്നെ ഖത്തറിലെ പോലെയല്ല ഇവിടെ ശനിയും ഞായറാണ് അവധി. വെള്ളിയാഴ്ചകളിൽ വർക്കിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് ക്ലാസ് തുടങ്ങുന്ന സമയം ഞാൻ മിക്കവാറും ഓഫീസിലായിരിക്കും. ക്ലാസ് തീരുമ്പോഴായിരിക്കാം തിരിച്ചെത്തുക. അപ്പൊ അതുകൊണ്ടാണ് ക്ലാസ്സുകളിലൊന്നും പങ്കെടുക്കാൻ പറ്റാതെ പോകുന്നത്. പക്ഷെ ആ ഒരു ഭക്തിയുടെ മാർഗം ഇവിടെയും വിട്ടിട്ടില്ല. അതെവിടെ ചെന്നാലും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും, നമ്മുടെ ഒപ്പം ഉണ്ടാവണം. അതങ്ങനെ നല്ല രീതിയിൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു തുടക്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യേശു പറഞ്ഞതുപോലെ ഖത്തറിൽ നിന്ന് തന്നെയാണ്. ഞാൻ ഖത്തറിൽ വരുന്നതിന് മുമ്പ് ദുബായിൽ ഉണ്ടായിരുന്നെങ്കിലും ഭക്തി സേവനം വളരെ കുറവായിരുന്നു. ഖത്തറിൽ വന്ന് നമ്മുടെ ഒരു സമിതിയിൽ ചേർന്നതിന് അല്ലെങ്കിൽ ഇസ്കോണിൽ ചേർന്നതിന് ശേഷമാണ് ഒരു ഭക്തിയുടെ സേവനത്തിലേക്കൊക്കെ എനിക്ക് വരാൻ സാധിച്ചത്. അതിപ്പോഴും അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഭഗവാൻ അനുഗ്രഹം കാരണം.
നല്ല രീതിയിൽ തന്നെ തുടരണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം. വളരെ സന്തോഷം വീണ്ടും നിങ്ങൾ എല്ലാവരെയും കാണാനും ഇതിലേക്ക് വരാൻ സാധിച്ചത്. അപ്പൊ പ്രഭു പറഞ്ഞ പോലെ അത് എന്റെ ഒരു ഭാഗ്യമാണ് ഇതിലേക്ക് വരാൻ സാധിച്ചത്. അപ്പൊ അതിനൊരു അവസരം തന്ന ജയേഷ് പ്രഭുവിന് വലിയൊരു നന്ദി. നിങ്ങൾ ഓരോരുത്തർക്കും വലിയൊരു നന്ദി. ഹരേ കൃഷ്ണ. പറയൂ പ്രഭു. ഹരേകൃഷ്ണ പ്രഭു, വേറൊരു കാര്യം കൂടിയാണ്. ഞാനത് ഇന്നലെയാണ് ഇൻവിറ്റേഷൻ കൊടുത്തത്. പലരും ഒരുപക്ഷെ ശ്രദ്ധിച്ച് കാണത്തില്ല. അപ്പോൾ അങ്ങനെ പ്രഭു ആണെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും വരും. അതായത് ചില മാതാജിമാരൊക്കെ സ്പെഷ്യലി ചോദിക്കുന്ന പ്രശാന്ത് പ്രഭുവിനെ ഇപ്പം കാണുന്നില്ലല്ലോ എന്ന്, എസ്പെഷ്യലി സതി ഞാൻ മാതാജി, രാധിക മാതാജി, ഹരേ അങ്ങനെയുള്ളവരൊക്കെ ഹരേ ചോദിക്കാറുണ്ട്. കൃഷ്ണ, ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചില്ലേ? കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രഭുവിനോട് രതി ദേവി ചോദിച്ചില്ലേ മാതാജി പ്രശാന്ത് ആരൊക്കെയോ പ്രഭു എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കാം ഞാൻ പ്രഭുവുമായിട്ട് രഥയാത്രയുടെ കാര്യം പറയാനായിട്ട് ചാറ്റ് ചെയ്യാനുള്ള കാര്യം. ഇതെല്ലാം ഒരു ഹൃദയബന്ധം എന്ന് പറയും അല്ലേ, എല്ലാം ഒരു കണ്ണിയാണിത്, ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ തീർച്ചയായിട്ടും എനിക്ക് അത് പ്രഭുവിനെ അറിയിക്കാനായിട്ട് തോന്നിച്ചതും അങ്ങനെ നമ്മൾ വീണ്ടും കോണ്ടാക്ട് ചെയ്യാനായിട്ടും കാരണം എന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പലരും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പ്രഭു ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ഒഴിവാക്കിയിട്ട് വെച്ച് തീർച്ചയായിട്ടും കാര്യം തന്നെ. ഇന്ന് ഈ ജനസംഖ്യ ആയിരിക്കില്ല, ഉറപ്പാണ്. അപ്പോൾ പ്രഭു എന്നാലും നമുക്ക് ഞാൻ പ്രഭുവിൻ്റെ ടോപ്പിക്ക് തന്നെ ആദ്യം എടുക്കണം. ഭഗവത്ഗീതയുണ്ട്. അപ്പം ഞാൻ പ്രഭുവിനോട് പറഞ്ഞ പോലെ നല്ല ഭഗവാന്റെ ഒരു നല്ല കഥ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രഭുവിൻ്റെ അടുക്കൽ നിന്ന് കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ പ്രഭു സ്വാഗതം. ഹരേകൃഷ്ണ പ്രഭുവിന് മയക്കി തരികയാണ്. അപ്പം ഹരികൃഷ്ണ പ്രഭു ഞാൻ തുടങ്ങാനാണോ പറയുന്നത്? അതെ, പ്രഭു തന്നെ തുടങ്ങി. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? രണ്ടിലും കൂടെ ഒരുമിച്ച് വെച്ചിരിക്കുന്നത് കാരണമാണ് അതിങ്ങനെ വരുന്നത്. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാവർക്കും എന്റെ വലിയൊരു നമസ്കാരം. ഭഗവാന്റെ കഥകൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ സമിതി ഇസ്കോണിൽ വെച്ചിട്ടാണ്, അവിടെ വെച്ചാണ്, ഖത്തറിൽ വെച്ചിട്ടാണ്. ഞാനും ജയേഷ് പ്രഭു ഒക്കെ ഒരുമിച്ച് ഉണ്ടായിരുന്ന ക്ലാസ്സുകളിൽ വെച്ച് ചെറിയ കഥകൾ പറഞ്ഞ് തുടങ്ങിയാണ്. ഇപ്പം വലിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിലല്ല, എന്നാലും ഭഗവാന്റെ കഥകൾ വലിയ മടിയില്ലാതെ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നെത്തിയത് അവിടെ നിന്നുള്ള തുടക്കത്തിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ജയേഷ് പ്രഭു ക്ലാസ് ഒക്കെ എടുക്കുന്നു, ഞാൻ ക്ലാസ്സുകളൊന്നും എടുക്കുന്നില്ല. ഇതുപോലെ ചെറിയ കഥകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മളെ രാമായണ മാസമല്ലേ, അപ്പൊ ശ്രീരാമചന്ദ്രന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കഥ പറയാമെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. രാമായണത്തിലെ കഥയെന്ന് പറയുന്നത്, രാമായണമൊക്കെ നമ്മൾ ഒരുപാട് വായിച്ച് അതിന്റെ കഥകളൊക്കെ ഒരുപാട് കേട്ട് ഭഗവാന്റെ കഥ എത്ര കേട്ടാലും മടുക്കില്ല, അത് വേറെ കാര്യം. എന്നാലും ഒരു ആവർത്തന വിരസത ഒഴിവാക്കാമെന്നുള്ളത് കൊണ്ട് രാമായണത്തിൽ നിന്നും വിട്ടുനിന്ന വേറൊരു കഥ, അതായത് നടന്ന ഒരു കഥ പറയാതെ വിചാരിക്കും. നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് ഭക്തി എന്നുള്ളത് വലിയൊരു രീതിയിലൊരു പ്രഹസനം എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഭഗവാനോടുള്ള യഥാർത്ഥ ഭക്തി എന്താണെന്ന് ഒരു പരിധി വരെ ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ്. നമ്മൾ എന്ത് കാണിക്കുന്നു, എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അതെല്ലാം കാണിക്കുന്നത് എന്തോ ചെയ്യുന്നത് എന്തോ ഭക്തിയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ പലരും മുന്നോട്ട് പോകുന്നത്. പലരും പറഞ്ഞു കേൾക്കുന്നത്, ഞാൻ ഉൾപ്പെടെ പണ്ട് കാലത്ത് പറയാറുണ്ട്, ഇത്രയും ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ഇത്രയും ഈശ്വരനെ ഇഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട് ഈശ്വരൻ നമ്മളോട് കരുണ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈശ്വരന്റെ ആ ഒരു സാമീപ്യം നമ്മളിലേക്ക് എത്തുന്നില്ല എന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു. പിന്നെ ഓരോ അനുഭവങ്ങളിൽ കൂടിയും പിന്നെ പല കാര്യങ്ങൾ കേട്ടും മഹത്തുക്കളുടെ വാക്കുകൾ കേട്ടും ഒക്കെ മുന്നോട്ട് വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്, ഇതുവരെ ഞാൻ ചെയ്തിരുന്നതൊന്നുമല്ല യഥാർത്ഥ ഭക്തി. കേൾക്കുന്നില്ല, വ്യക്തമാവുന്നില്ല. ഇപ്പൊ ഓക്കെ ആണോ? കേൾക്കുന്നുണ്ട്, വ്യക്തമാവും. ഞാൻ എന്നാ ഫോണിലേക്ക് ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ഫോണിലാവുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. ഒറ്റ സെക്കൻഡ്. വ്യക്തമാകുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് പറയണം കേട്ടോ, കാരണം നമ്മൾ പറയുന്നത് കേൾക്കണ്ടേ, അറിയണ്ടേ. ഒരു സെക്കൻഡ് ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഇത് എനിക്ക് ഒന്നും ഹെഡ്ഫോണിലേക്ക് കണക്ട് ആയിട്ടില്ല. അത്
ഇപ്പം ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പം ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ. ഓക്കെ ഓക്കെ. അപ്പോൾ ഓക്കെ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ ആർക്കും വിഷമം തോന്നരുത്. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവർക്ക് ഓൺ ചെയ്താൽ സന്തോഷമായിരിക്കും. കാരണം എനിക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാമല്ലോ എല്ലാവരെയും. രണ്ടുപേരും മാത്രമേ ക്യാമറ ഓൺ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും വീടുകളിലായിരിക്കും എന്നറിയാം, സാരമില്ല, നമ്മളൊരു കുടുംബമാണല്ലോ. അതുകൊണ്ട് പിന്നെ വീട്ടിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ധൈര്യമായിട്ട് ക്യാമറ ഓൺ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. കണ്ട് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഞാൻ പറയുന്നത് നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് എനിക്കും മനസ്സിലാവും. അപ്പം നിങ്ങൾക്കും ആ ഒരു സന്തോഷം കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പം എല്ലാവരും ക്യാമറ ഓൺ ചെയ്തു. അപ്പൊ അങ്ങനെ അപ്പൊ ഭക്തി എന്താണെന്ന് പറയൂ പ്രഭു. നമസ്കാരം. നമസ്കാരം. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ഭക്തിയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പം ഭക്തി എന്താണെന്നുള്ളത് വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ അറിഞ്ഞത്. നമ്മൾ ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്നത് ഒന്നുമല്ല ഭക്തി, ഭഗവാൻ ആവശ്യം ഇതൊന്നും അല്ല എന്നുള്ള കാര്യം വളരെ താമസിച്ചിട്ടാണ് നമ്മൾ മനസ്സിലായത്. നമ്മൾ ഒരുപാട് അനുഷ്ഠാനങ്ങൾ, പൂജകൾ, നാമജപങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഭഗവാൻ ഇഷ്ടമാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് ഭക്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചെയ്യുന്നതിനൊന്നും ഒരു അർത്ഥമില്ലാതെ പോവുകയാണ്. വെറുതെ ഒരു ആചാരം, അനുഷ്ഠാനം, ഒരു കർമ്മം ചെയ്യുന്നത് പോലെ ഈശ്വരനോട് നടക്കില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയില്ല, നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത്. ഭഗവാൻ ഗീതയിൽ പറയുന്നത് അത് തന്നെയാണ്, കർമ്മങ്ങൾ ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷേ ഭഗവാനോടുള്ള ഭക്തി എന്നുള്ളത് ഒരു കർമ്മം എന്നുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ഭഗവാനിലേക്ക് എത്തിച്ചേരുകയില്ല എന്ന് തെളിയിക്കുന്ന ഒരു കഥയാണ് ഇന്നിവിടെ. കഥ എന്നല്ല, നടന്ന ഒരു സംഭവമാണ് ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ശ്രീരാമന്റെ ആ ഒരു ചരിതം നമ്മൾ ലോകം മുഴുവൻ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു മാസമാണ്, പുണ്യമാസമായിട്ടുള്ള കർക്കിടക മാസം, രാമായണ മാസം. അപ്പോൾ അത് ഭഗവാന്റെ തന്നെ ഒരു കഥ പറയാനുള്ളൊരു അവസരം ഭഗവാൻ തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഇത് നടക്കുന്നത് ഉത്തരേന്ത്യയിലാണ്. ഉത്തരേന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു UP, ഉത്തരാഞ്ചൽ ആ ഒരു ഭാഗങ്ങളിൽ നടക്കുന്ന ഒരു കഥയാണ്. ഒരു അമ്മയ്ക്കും ഒരു അച്ഛനും ഒരു മകൻ, ഒരു 10, 15, 16 വയസ്സായിട്ടുള്ള ഒരു മകൻ. വലിയ കാര്യപ്രാപ്തിയൊന്നും ഇല്ലാത്തൊരു മകനാണ്. വലിയ വിദ്യാഭ്യാസം ഇല്ല, ഭക്തിയെക്കുറിച്ച് അറിയില്ല, ഒന്നും അറിയില്ല. നമുക്ക് ഒരു മണ്ടനെന്നോ പൊട്ടനെന്നോ ഒക്കെ പറയാം. പൊതുവെ മണ്ടനെന്നോ പൊട്ടനെന്നോ ഒന്നും ആരും വിളിക്കരുതെന്നാണ് പറയാം. കാരണം വേറൊന്നുമല്ല, ഈശ്വര സൃഷ്ടിയിൽ ഒന്നും മോശമായിട്ടുള്ളതില്ല. നമ്മളെക്കാളും വിവരം കുറഞ്ഞ ആൾക്കാരെ നമ്മൾ പൊട്ടൻ മണ്ടൻ എന്ന് വിളിക്കുമ്പോൾ നമ്മളെക്കാളും വിവരം കൂടിയ ആൾക്കാർ നമ്മളെ പൊട്ടനെന്ന് മണ്ടനെന്ന് വിളിക്കും, അല്ലേ? അതുകൊണ്ട് ഒരു കാരണവശാലും ഒരാളെയും പൊട്ടനെന്നോ മണ്ടനോ ഒന്നും വിളിക്കരുതെന്നാണ് പറയുന്നത്. കാരണം ഈശ്വര സൃഷ്ടിയിൽ അങ്ങനെ ഒന്നില്ല, എല്ലാം പൂർണ്ണമാണ് ഈശ്വരന്റെ സൃഷ്ടിയിൽ. അപ്പൊ അങ്ങനെ, എന്നാലും നമുക്ക് കഥയിലേക്ക് പറയുന്നതിന് വേണ്ടി നമുക്ക് പൊട്ടനെന്നോ മണ്ടനെന്നോ ഒക്കെ പറയാം. അങ്ങനെയുള്ള ഒരു പയ്യൻ, ആ പയ്യനെ നാട്ടുകാരൊക്കെ വിളിച്ചിരുന്ന ഒരു പേരാണ് അധായി, അല്ലെങ്കിൽ അഠായി. ഹിന്ദിയിൽ അങ്ങനെ പറഞ്ഞാൽ 2.5 എന്നുള്ളതാണ് അർത്ഥം. എന്തുകൊണ്ടാണ് ഈ പയ്യനെ 2.5 എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഈ പയ്യന് ദിവസവും 2.5 കിലോ മാവിന്റെ ചപ്പാത്തിയോ റൊട്ടിയോ കഴിക്കാൻ വേണം. ഒരു തീറ്റഭ്രാന്തനായിട്ടുള്ള ഒരു പയ്യനായിരുന്നു. അപ്പൊ അത്രയും മാവിന്റെ റൊട്ടി ഉണ്ടെങ്കിലേ അവന്റെ വിശപ്പ് മാറുകയുള്ളൂ. അപ്പൊ അത്രയേറെ വിശപ്പുള്ള ഒരു പയ്യനായതുകൊണ്ടും ദിവസവും 2.5 കിലോ മാവിന്റെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും ആ പയ്യനെ എല്ലാവരും അധായി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു പണിക്കും പോവില്ല, അമ്മയും അച്ഛനും കഷ്ടപ്പെട്ട് പണി ചെയ്തതിന്റെ ആ ഒരു ഭക്ഷണം കൊണ്ട് അങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു അമ്മയും അച്ഛനും പെട്ടെന്നൊരു അസുഖം വന്ന് മരിച്ചുപോയി. അപ്പൊ ഈ പയ്യനെ നോക്കാനായിട്ട് ആരുമില്ല, അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ ആരുമില്ല. അയൽവാസികളൊക്കെ ഉണ്ടെങ്കിലും ആരും ഇവനെ ഏറ്റെടുക്കുന്നില്ല. കാരണം അത്രയേറെ ഭക്ഷണം കഴിക്കും. ദിവസം 2.5 കിലോ മാവിന്റെ ഭക്ഷണം എന്ന് വെച്ചാൽ ആൾക്കാരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ല. അത് കാരണം ആരും ഇവനെ ഏറ്റെടുത്തില്ല. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു ആശ്രമത്തിൽ ചെന്ന് അഭയം പ്രാപിച്ചു. ആശ്രമം എന്ന് വെച്ചാൽ വൈഷ്ണവ സന്യാസിമാർ താമസിക്കുന്ന ഒരു ആശ്രമമായിരുന്നു അത്. അപ്പൊ അവിടുത്തെ സന്യാസി ശ്രേഷ്ഠൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുഖ്യൻ, ആ ഒരു ആശ്രമത്തിന്റെ മഠാധിപതി എന്ന് പറയുന്നത് വലിയൊരു ശ്രീരാമഭക്തനായിരുന്നു. അപ്പം ഈ ഒരു പയ്യൻ അവിടെ ചെന്ന് അഭയം പ്രാപിച്ചപ്പോൾ ആശ്രമത്തിലെ അന്തേവാസികളെല്ലാം കൂടെ ചേർന്ന് ഈ ഒരു പയ്യനെ മഠാധിപതിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇവന്റെ ഒരു അവസ്ഥയെല്ലാം മഠാധിപതിയോട് പറഞ്ഞു. ഇങ്ങനെയാണ്, എനിക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ല, എനിക്ക് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് മഠാധിപതിയോട് പറയാണ്. അപ്പൊ മഠാധിപതിക്ക് മനസ്സിലായി ഇവൻ വലിയ ബുദ്ധിയും വിവരമൊന്നും ഇല്ലാത്ത പാവം പിടിച്ചൊരു പയ്യനാണെന്നുള്ള കാര്യം മനസ്സിലായി. ആശ്രയത്തിന് വേറെ ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പറയാണ്, ശരി, നീ ആശ്രമത്തിൽ നിന്നോളൂ എന്ന് പറയും. പക്ഷെ ഈ പയ്യൻ ഒരൊറ്റ നിബന്ധന മഠാധിപതിയോട്, അല്ലെങ്കിൽ ആശ്രമത്തിന്റെ ആ ഒരു അദ്ദേഹത്തോട് പറയാണ്, ഗുരുവിനോട് പറയാണ്. എന്ന് വെച്ചാൽ, എനിക്ക് ദിവസവും 2.5 കിലോ മാവിന്റെ ചപ്പാത്തി വേണം. കാരണം അത്രയേറെ വിശപ്പാണ് എനിക്ക്, അത്രയും കഴിച്ചെങ്കിലേ എന്റെ വിശപ്പ് മാറുള്ളൂ. അപ്പൊ അത് തരാനുള്ള ഒരു മനസ്സുണ്ടാവണം എന്ന് പറയും. അപ്പൊ അദ്ദേഹം മനസ്സിൽ ചിരിക്കുകയാണ് ചെയ്ത ഗുരു. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ പയ്യൻ ആ ഒരു നാട് മൊത്തം ഫേമസ് ആണ്. 2.5 കിലോ മാവിന്റെ ചപ്പാത്തി കഴിക്കാന്ന് വെച്ചാൽ നിസ്സാരമാണോ? അപ്പം ആ പയ്യനെ എല്ലാവർക്കും അറിയാം. അപ്പം മഠാധിപതിക്കും അറിയാം. അപ്പൊ അദ്ദേഹം പറയും, ശരി, സമ്മതിച്ചു, നിനക്ക് 2.5 കിലോ മാവിന്റെ ചപ്പാത്തിയൊക്കെ ഞാൻ തരാം. പക്ഷെ ഇതൊരു ആശ്രമമായതുകൊണ്ട് തന്നെ ഇവിടെയും ചില നിബന്ധനകളുണ്ട്, അതും നീ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെന്ന് വെച്ചാൽ, ഒരു ജോലിയും ചെയ്യാതെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ജോലി ചെയ്യണം. പക്ഷെ ഇവന് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇവന് ചെയ്യാൻ പറ്റുന്ന ജോലികളൊന്നുമില്ല, ഇവനൊന്നും അറിയില്ല, ഈശ്വരൻ എന്തെന്ന് പോലും ഇവൻ അറിയില്ല.
അത്രയ്ക്കും വിവരമില്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പയ്യനായിരുന്നു. അപ്പം അദ്ദേഹം പറയും, ശരിക്കും നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി ഇവിടെ ആകപ്പാടെ ഉള്ളത് പശുവിനെ മേയ്ക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് പ്രത്യേകിച്ച് വലിയ അറിവിൻ്റെ ആവശ്യമില്ല. പശുവിനെ കൊണ്ട് കാട്ടിൽ പോവുക, ഭക്ഷണത്തിനായിട്ട് മേയ്ക്കാൻ വിടുക, ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരും, അത്രയേ ഉള്ളൂ. അപ്പം അത് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ പയ്യൻ പറയും, ശരി, അതിന് ഞാൻ തയ്യാറാണ്. അപ്പം രണ്ടാമത്തെ നിബന്ധന എന്ന് വെച്ചാൽ, എന്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും അത് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷമേ നീ കഴിക്കാൻ പാടുള്ളൂ. കാരണം ഇവിടെ ഞങ്ങളെല്ലാവരും പിന്തുടരുന്ന ഒരു ആചാരമാണ്, അത് നീയും പിന്തുടരുന്നേ മതിയാവുള്ളൂ. എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ആദ്യം ഭഗവാന് കൊടുക്കുക, ഭഗവാൻ നേദിച്ചതിന് ശേഷം നീ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇവൻ ചോദിക്കുകയാണ് ഗുരുവിനോട്, ആരാണ് ഈ ഭഗവാൻ? കാരണം അത്ര പോലും അവൻ അറിവില്ല, ഈശ്വരൻ ആരെന്ന് പോലും അവൻ അറിവില്ല. അപ്പം ഗുരു വിചാരിക്കുകയാണ്, ഇവനെ ഈശ്വരൻ ആരെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളത് നിസ്സാരപ്പെട്ട കാര്യമല്ല, അതിന് കുറച്ച് സമയമെടുക്കും. അത് തൽക്കാലം ഇവൻ്റെ അടുത്ത് പറയാം, എൻ്റെ ഠാക്കൂറാണ് ഭഗവാൻ എന്ന് പറയും. ഠാക്കൂർ എന്ന് പറഞ്ഞാൽ യജമാനൻ എന്നുള്ള അർത്ഥത്തിൽ ഹിന്ദിയിൽ ഠാക്കൂറാണ് ഭഗവാൻ എന്ന് പറയും. അപ്പം അത്രയും പറഞ്ഞ് അവന് മനസ്സിലാവും, അത്രയും മനസ്സിലായാൽ മതി എന്നുള്ള രീതിയിൽ എൻ്റെ ഠാക്കൂറാണ് ഭഗവാൻ. അപ്പം ഠാക്കൂറിന് കൊടുത്തതിന് ശേഷമേ നീ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയും. അവനത് സമ്മതിച്ചു. അങ്ങനെ ആശ്രമത്തിൽ ചേർന്നു. ആദ്യത്തെ 2 ദിവസം ജോലിയൊന്നും കൊടുക്കുന്നില്ല, കാരണം ഇവന് പരിചയം ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇവനെ ഈ പശുവിനെയും കൊണ്ട് വിട്ടാൽ ഇവൻ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ആശ്രമത്തിൽ പരിചയപ്പെടുത്താൻ വേണ്ടി അവിടെ നിർത്തി. അപ്പോൾ ഇവൻ ദിവസവും നോക്കുന്നുണ്ട്, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇരുന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, കണ്ണടച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. ഒരു 2 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നു. അപ്പോൾ ഇവന് തോന്നിയ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഭക്ഷണത്തിന് മുമ്പ് ഒരു 2 മിനിറ്റ് കണ്ണടച്ചിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഠാക്കൂറിനെ വിളിക്കണം എന്നുള്ളതല്ലേ ഉള്ളൂ, ചെയ്യാം. അവനും അത് ചെയ്യും. അങ്ങനെ 3-ാമത്തെ ദിവസം പശുക്കളെയൊക്കെ മേയ്ക്കാനായിട്ട് കൊടുക്കും. പശുക്കളെയും കൊണ്ട് ഇവൻ കാട്ടിലേക്ക് പോവാണ്. കാട്ടിൽ പോയി മാവൊക്കെ ആശ്രമത്തിൽ നിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ ഈ മാവൊക്കെ കൊണ്ട് കാട്ടിൽ ചെന്നു. ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ കുഴച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി, നല്ല ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കി, എല്ലാം റെഡിയാക്കി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായി. അപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഗുരു പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഠാക്കൂറിന് കൊടുത്തിട്ടേ കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു, ഈ ഭക്ഷണം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇവൻ കണ്ണടച്ച് ഗുരുവിന്റെ ഠാക്കൂർ, കാരണം അവന് ഭഗവാൻ ആരെന്ന് അറിഞ്ഞൂടാത്തത് കൊണ്ട് ഗുരുവിന്റെ ഠാക്കൂർ ഭക്ഷണം കഴിക്കാൻ വരൂ എന്നിങ്ങനെ കണ്ണടച്ച് വിളിക്കുകയാണ്. അപ്പൊ കണ്ണടച്ച് വിളിച്ചിട്ട് കണ്ണ് തുറക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവന്റെ ചെവിയിലേക്ക് വളരെ മധുരമായ ശബ്ദത്തിൽ, വളരെ ഘനഗാംഭീര്യമാർന്ന എന്നാൽ മധുരതരമായിട്ടുള്ള ശബ്ദത്തിൽ അധായി എന്നൊരു വിളി. അവനിങ്ങനെ കണ്ണൂർന്ന് നോക്കുമ്പോൾ അതിസുന്ദരനായിട്ടുള്ള ഒരു പുരുഷൻ, സർവാഭരണ വിഭൂഷിതനായിട്ട്, ആരോഗ്യ ദൃഢഗാത്രനായിട്ട്, അവനാഴിയൊക്കെ വെച്ച് കയ്യിലൊരു വില്ലൊക്കെ പിടിച്ച് സുന്ദരനായിട്ടുള്ള ഒരു പുരുഷൻ നിൽക്കുന്നു മുമ്പിൽ. അപ്പൊ ഇവനാകെ ഒരു അത്ഭുതം, ഇതാരാണ് ഈ കാട്ടിൽ ഇത്രയും സുന്ദരനായിട്ട് തേജസ്വിയായിട്ടുള്ള ഒരു പുരുഷൻ? ശരിക്കും വന്നത് ആരായിരുന്നു? സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി തന്നെയാണ് വന്നത്. പക്ഷെ ഇവനത് മനസ്സിലാവുന്നില്ല, കാരണം ഇവനറിയില്ല, ഇവൻ കണ്ടിട്ട് പോലും ഇല്ല, കേട്ടിട്ടുമില്ല. അപ്പം ഭഗവാനാണ് വന്നത്. അപ്പൊ ഇവൻ ചോദിക്കുകയാണ്, ഇത് ആരാണ് ഈ കാട്ടിൽ, നിങ്ങൾ ആരാണ് ഈ കാട്ടിൽ എന്ത് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, ഞാൻ നിന്റെ ഗുരുവിന്റെ ഠാക്കൂറാണ്, നീ എന്നെ കഴിക്കാൻ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത് എന്ന് പറയും. അപ്പൊ അവനൊരു അതിശയം. അവൻ ഭഗവാനോട് ചോദിക്കുകയാണ്, നിങ്ങൾ നേരിട്ട് ഭക്ഷണം കഴിക്കാൻ വരുമോ? കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് എല്ലാവരും കണ്ണടച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നിങ്ങളെ വിളിക്കും, അപ്പൊ നിങ്ങൾ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചത് നിങ്ങൾ വരും, നോക്കിയിട്ട് പോവും എന്നുള്ളതല്ലാതെ നേരിട്ട് വന്ന് ഭക്ഷണം കഴിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല എന്ന് പറയും. അപ്പം ഭഗവാൻ പറയും, അങ്ങനെ എല്ലാ സ്ഥലത്തും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാറില്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ നേരിട്ട് പോവാറുണ്ട്. എന്നാലും നീ എന്നെ ഭക്ഷണം കഴിക്കാനല്ലേ വിളിച്ചത്, ഞാൻ നേരിട്ട് വന്നു, എനിക്കുള്ള ഭക്ഷണം തരൂ എന്ന് അവനോട് പറയും. അപ്പൊ അവൻ പറയും, ഠാക്കൂർ എന്തുമാത്രം ഭക്ഷണം കഴിക്കും എന്ന് ചോദിക്കും ഭഗവാനോട്. അപ്പം ഭഗവാൻ പറയും, നീ ഇത് മൊത്തം എടുത്തു വെച്ചിട്ടല്ലേ എന്നെ വിളിച്ചേ, അപ്പൊ ഇത് മൊത്തവും ഞാൻ കഴിക്കും എന്ന് പറയും. അപ്പൊ അവൻ ആകെ വിഷമായി, കാരണം അവന് 2.5 കിലോയുടെ ഭക്ഷണം വേണം, ഇത് മൊത്തം ഠാക്കൂർ കഴിക്കുമെന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? പക്ഷെ അവന് വേറെ നിവർത്തിയില്ല, വിളിക്കുകയും ചെയ്തു, ഗുരു പറഞ്ഞിട്ടുമുണ്ട് ഠാക്കൂറിന് കൊടുത്തിട്ടേ കഴിക്കാൻ പാടുള്ളൂ. അവൻ ശരി എന്ന് പറഞ്ഞു. ഭഗവാൻ ഠാക്കൂർ കഴിച്ചോ എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പം ഭഗവാൻ പറയും, നീ ഇങ്ങനെ ഞാൻ കഴിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് തിരിഞ്ഞിരുന്നോ. നമ്മളെപ്പോഴും പറയല്ലോ, ഒരാൾ ഭക്ഷണം കഴിക്കുന്ന ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കരുത്, നോക്കി വെള്ളം ഇറക്കരുത് എന്ന് പറയാറില്ലേ. അപ്പൊ അതുപോലെ ഭഗവാൻ പറയണം, നീ നോക്കിക്കൊണ്ടിരുന്നാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, തിരിഞ്ഞിരിക്കുമെന്ന് പറയും. അങ്ങനെ അവൻ തിരിഞ്ഞിരിക്കും. കുറച്ച് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഭഗവാൻ വിളിക്കുകയാണ്, ശരി അതായി തിരിഞ്ഞോളൂ, ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അപ്പൊ അവൻ ഒരു പ്രതീക്ഷയുണ്ട്, കുറച്ചെങ്കിലും ഭക്ഷണം അവൻ മാറ്റി വെച്ചിരിക്കും. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ 2.5 കിലോ ചപ്പാത്തിയും ഭഗവാൻ കഴിച്ചു, ഉരുളക്കിഴങ്ങ് കറിയും കഴിച്ചു, ഒന്നും ബാക്കി വെച്ചിട്ടില്ല. അപ്പൊ അവൻ ആകെ വിഷമം. അപ്പൊ അവൻ ഭഗവാനോട് ചോദിക്കാണ്, ഠാക്കൂർ എന്ത് പരിപാടിയാണ് ഈ കാണിച്ചത്, എനിക്ക് വിശപ്പ് സഹിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അറിഞ്ഞൂടെ, ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പം ഭഗവാൻ പറയണം, നീ വിഷമിക്കണ്ട, ഇന്ന് ഏകാദശിയാണ്, നീ താമസിക്കുന്ന ആശ്രമത്തിലെ എല്ലാവരും വ്രതം എടുക്കുന്നുണ്ട്, അപ്പൊ നീ അവിടെ താമസിക്കുന്നതല്ലേ, അപ്പൊ നീ ആയിട്ട് ആ ഒരു ആചാരം തെറ്റിക്കണ്ട. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നീ പശുവിനെയൊക്കെ മേച്ച് തിരിച്ച് ആശ്രമത്തിൽ ചെല്ലുമ്പോഴത്തേക്കും സൂര്യൻ അസ്തമിച്ച് കഴിയും, അപ്പൊ നിനക്കുള്ള ഭക്ഷണം അവിടെ നിന്ന് കിട്ടും.
അപ്പൊ ഈ ഏകാദശി വ്രതം എടുത്ത പുണ്യവും നിനക്ക് കിട്ടും. അപ്പൊ അവന് ഏകാദശി എന്താണെന്നൊന്നും അറിയില്ല. എന്നാലും ഠാക്കൂർ പറഞ്ഞതല്ലേ, ഗുരുവിനെക്കാളും മുകളിലുള്ള ആളാണെന്നുള്ളതാണ് അവന്റെ വിശ്വാസം. അങ്ങനെയാണല്ലോ ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു ബഹുമാനത്തിൽ ശരി എന്ന് പറയും. അപ്പം ഭഗവാൻ ചോദിക്കുകയാണ്, നാളെ നീ പശുവിനെ മേയ്ക്കാൻ വരുമല്ലോ? അവൻ പറയും നാളെയും വരും. അപ്പം നാളെയും ഞാൻ ഭക്ഷണം കഴിക്കാൻ വരും എന്നും പറഞ്ഞിട്ട് ഭഗവാൻ തിരിച്ചു പോകും. ഇവൻ വൈകുന്നേരവും പശുവിനെയൊക്കെ കൊണ്ട് നേരെ ഗുരുവിന്റെ അടുത്ത് ചെല്ലും. ഗുരുവിന്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പം ഗുരു എന്താ വിചാരിക്കണേ, ഇവനൊരു പൊട്ടനല്ലേ, അപ്പൊ ഇവനെ ആരോ കാട്ടിൽ പറ്റിച്ചു, ഇവന്റെ ഭക്ഷണം മൊത്തം വേറെ ആരോ പറ്റിച്ച് കഴിച്ചുകൊണ്ട് പോയി എന്നാണ് ഗുരു വിചാരിക്കുന്നത്. പക്ഷെ ഇവനോടൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ട് ഗുരു ഒന്നും മിണ്ടില്ല. ആദ്യത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസവും പോവാണ്. രണ്ടാമത്തെ ദിവസം പോകാൻ നേരത്ത് ഗുരുവിനോട് അവൻ പറയും, ഇന്ന് എനിക്ക് 5 കിലോ മാവ് വേണം. അപ്പൊ ഗുരു ചോദിക്കും, അതിന് 5 കിലോ മാവ്? 2.5 കിലോ മാവിന്റെ ചപ്പാത്തി ഗുരുവിന്റെ ഠാക്കൂർ കഴിക്കും. അപ്പൊ പിന്നെ എനിക്ക് കഴിക്കാനുള്ള മാവ് വേണ്ടേ? അപ്പൊ അതുകൊണ്ട് എനിക്ക് 2.5 കിലോ സെപ്പറേറ്റ് വേണം. അങ്ങനെ 5 കിലോ മാവ് വേണമെന്ന് പറയും. ഗുരു പാവമല്ലേ, അവനൊരു പൊട്ടനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് 5 കിലോ മാവും കൊടുത്തു വിടും. അവൻ രണ്ടാമത്തെ ദിവസം പശുവിനെ മേയ്ക്കാൻ പോയി, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചു. തലേ ദിവസത്തെ പോലെ കണ്ണടച്ചു ഭഗവാനെ വിളിക്കാൻ, ഠാക്കൂർ, ഗുരുവിന്റെ ഠാക്കൂർ കഴിക്കാൻ വരൂ. അന്നും അതുപോലെ അഥായി എന്നൊരു വിളികേട്ട് ഇവൻ കണ്ണൂർ നോക്കുമ്പോൾ ഭഗവാൻ മുമ്പിൽ നിൽപ്പുണ്ട്. നോക്കുമ്പോൾ എന്താ, അടുത്ത് സുന്ദരിയായ ഒരു സ്ത്രീയും നിൽക്കുന്നു, അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ നിൽക്കുന്നു ഭഗവാന്റെ അടുത്ത്, ഠാക്കൂറിന്റെ അടുത്ത്. ഇവൻ ചോദിക്കാൻ, ഇതാര ഠാക്കൂർ, ഒരു സ്ത്രീ താങ്കളുടെ അടുത്ത് നിൽക്കണേ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, ഇതെന്റെ ഭാര്യ, പേര് ജാനകി എന്നാണ്. ഇന്നലെ കഴിച്ച ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ വീട്ടിൽ പോയി ഇവളോട് പറഞ്ഞു. അപ്പൊ അത്രയും രുചിയുള്ള ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോ അവക്കും അത് കഴിക്കാനൊരു ആഗ്രഹം, അങ്ങനെ എന്റെ കൂടെ വന്നതാണ്, അവക്കും കൂടെ ഭക്ഷണം കൊടുക്കണം. അപ്പൊ അവൻ ആകെ വെപ്രാളായി. കാരണം ഈ ഠാക്കൂർ 2.5 കിലോയുടെ കഴിക്കുമെന്ന് വെച്ചിട്ടാണ് 5 കിലോ ആയിട്ട് വന്നത്. അപ്പൊ ഇന്ന് ഠാക്കൂറിനെ വേറൊരാളെ കൂടെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം ഠാക്കൂറിനോട് ചോദിക്കുകയാണ്, താങ്കളുടെ ഭാര്യ എന്തുമാത്രം ഭക്ഷണം കഴിക്കും? അപ്പം ഭഗവാൻ പറയും, ഞാൻ എത്രമാത്രം കഴിക്കുമോ അത്രയും അവളും കഴിക്കും. സന്തോഷമായി. അപ്പൊ 5 കിലോയുടെ ചപ്പാത്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി നാം വിചാരിച്ചു. അപ്പൊ അവൻ പറയാണ്, ശരി എന്തായാലും വിളിച്ചും പോയി, ഗുരു പറഞ്ഞിട്ടുമുണ്ട്, വേറെ നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എന്നത്തെയും പോലെ തിരിഞ്ഞിരിക്കും. ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചതിന് ശേഷം വിളിക്കും, അഥായി എന്ന് വിളിക്കും. അവൻ തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ തലേ ദിവസത്തെ പോലെ അല്ല, ഒരല്പം ഭക്ഷണം ബാക്കി വെച്ചിട്ടുണ്ട്. അത് ആരുടെ പങ്കിലാണ്? സീതാദേവി കഴിച്ചതിന്റെ ബാക്കിയായിട്ടാണ് കുറച്ച് ഭക്ഷണം ഇരിക്കുന്നത്. അപ്പൊ ഇവൻ ഠാക്കൂറിനോട് ചോദിക്കും, ഠാക്കൂറല്ലേ പറഞ്ഞ ഠാക്കൂർ കഴിക്കുന്ന അത്രയും ഠാക്കൂറിന്റെ ഭാര്യയും കഴിക്കുന്നു, എന്നിട്ട് ഇത് ബാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, എന്നെ പോലെയല്ല, അവൾ അമ്മയാണ്, അവൾക്ക് ഒരിക്കലും തന്റെ മക്കൾ വിശന്നിരിക്കുന്നത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല. അവള് പട്ടിണി കിടന്നാലും അവളുടെ മക്കൾക്കുള്ള ഭക്ഷണം അവൾ കൊടുത്തിരിക്കും എന്ന് പറയും. അപ്പൊ അവന് വല്ല സന്തോഷമായി, ഇന്ന് കുറച്ച് ഭക്ഷണം കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഠാക്കൂർ ചോദിക്കും, നാളെയും പശുവിനെ മേയ്ക്കാൻ വരുമല്ലോ? നാളെയും ഞാൻ വരും. അപ്പൊ നാളെയും ഞങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് ഭഗവാനും സീതാദേവി തിരിച്ചു പോവാണ്. അപ്പൊ കുറച്ച് ഭക്ഷണമേ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവനത് കഴിക്കുമ്പം തന്നെ അവന്റെ മനസ്സും വയറും എന്തെന്നില്ലാത്ത പോലെ അതുവരെ നിറയാത്ത രീതിയിൽ അവന്റെ മനസ്സും വയറും അങ്ങ് നിറഞ്ഞു പോവുകയാണ്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള ശേഷി അവനില്ല. അവൻ അന്നും തിരിച്ച് ആശ്രമത്തിൽ ചെന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഗുരു എന്താ വിചാരിക്കുന്ന, ഇന്നലെ പറ്റിച്ചതുപോലെ വേറെ ആരോ അയാളുടെ കൂട്ടുകാരനെയും വിളിച്ചുകൊണ്ട് വന്ന് ഇന്ന് ഇവനെ പറ്റിച്ചു, ഇന്ന് ഇവന്റെ ഭക്ഷണം മൊത്തം കഴിച്ചുകൊണ്ട് പോയി എന്ന് ഗുരു വിചാരിച്ചു. 3-ാമത്തെ ദിവസമായി. പിന്നെന്ത് ചെയ്തു, 7.5 കിലോയുടെ മാവ് വേണം. കാരണം എന്താ, ഇന്ന് ഠാക്കൂറുടെ ഭാര്യയും വരും, അപ്പൊ എനിക്കുള്ള 2.5 കിലോ എക്സ്ട്രാ വേണമല്ലോ. അങ്ങനെ 7.5 കിലോയുടെ മാവുമായിട്ടാണ് പോകുന്നത്. 7.5 കിലോയുടെ മാവുമായിട്ട് പോയി എല്ലാം ഉണ്ടാക്കി. എന്നത്തെയും പോലെ ഭഗവാനെ വിളിച്ചു. ഭഗവാൻ വന്നു. നോക്കിയപ്പം ഭഗവാനുണ്ട്, അടുത്ത് സീതാദേവി ഉണ്ട്. പിന്നെന്താ, കൂടെ ഭഗവാനെ പോലെ തന്നെ അതിസുന്ദരനായിട്ടുള്ള വേറൊരാളും കൂടെ നിൽക്കുന്നു. അപ്പം ഠാക്കൂറിനോട് ചോദിക്കാം, ഇതാരാ ഇന്ന് പുതിയൊരാളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കണേ? അപ്പം ഠാക്കൂർ പറയും, ഭഗവാൻ പറയും, ഇതെന്റെ സഹോദരനാണ്, പേര് ലക്ഷ്മണൻ എന്നാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ദിവസവും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോണ കണ്ടപ്പോ അവനും ചോദിച്ചു, ഇത് എവിടെ പോകണോ നിങ്ങളെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനും വരണമെന്നും പറഞ്ഞ് അവനും കൂടെ വന്നു. അവനും കൂടെ കുറച്ച് ഭക്ഷണം കൊടുക്കണം. ഇവന് ഭയങ്കര ദേഷ്യം വന്നു. ഇവൻ ഭഗവാനെ എന്തൊക്കെയോ പറയാണ്. ദേഷ്യം വന്നിട്ട് വായി തോന്നി ഇതൊക്കെ ഭഗവാനെ പറയണം. ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ പറഞ്ഞിട്ട് വരണ്ടേ, ആരെയും ഒന്നും പറയാതെയാണോ വരണേ എന്നൊക്കെ പറയണു. അപ്പൊ പൊതുവേ ലക്ഷ്മണദേവന്റെ സ്വഭാവം നമുക്കറിയാം അല്ലേ. ശ്രീരാമചന്ദ്രനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും, അപ്പൊ തന്നെ അമ്പും വില്ലും എടുക്കുന്ന സ്വഭാവമാണ് ലക്ഷ്മണദേവന്. പക്ഷെ ഇവൻ ഇത്രയുമൊക്കെ ശ്രീരാമചന്ദ്രനെ പറഞ്ഞിട്ടും ലക്ഷ്മണദേവൻ വളരെ ശാന്തനായി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. കാരണം അത്രയും നിഷ്കളങ്കനാണ് അവനെന്നുള്ള കാര്യം ലക്ഷ്മണദേവന് മനസ്സിലായി. വേറെ നിവൃത്തിയില്ല, അവന് എന്ത് ചെയ്യാൻ പറ്റും? ഠാക്കൂർ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് ഭക്ഷണം കൊടുത്തേ മതിയാവും. അവൻ അന്നും അവനുണ്ടാക്കിയ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും മുഴുവൻ അവർക്ക് കൊടുക്കും. തിരിഞ്ഞിരിക്കും. ഭക്ഷണം കഴിഞ്ഞ ശേഷം ഭഗവാൻ വിളിക്കും. തിരിഞ്ഞ് നോക്കുമ്പോൾ തലേ ദിവസത്തെ പോലെ കുറച്ച് ഭക്ഷണം ബാക്കി വെച്ചിട്ടുണ്ട്. അവൻ അതൊക്കെ കഴിച്ചു. അന്ന് 3-ാമത്തെ ദിവസം തിരിച്ചു ചെന്ന് ഗുരുവിനോട് ഇത് പറയുമ്പോൾ ഗുരുവിന് ചെറിയൊരു സംശയം മനസ്സിൽ വരുന്നു. വേറൊന്നുമല്ല, ഇവന് ശ്രീരാമചന്ദ്രൻ ആരാണെന്നോ സീതാദേവി ആരാണെന്നോ ലക്ഷ്മണദേവൻ ആരാണെന്നോ അറിയില്ല. ഇതൊന്നും അറിഞ്ഞൂടാത്ത ഇവൻ ആദ്യത്തെ ദിവസം ഒരാൾ വന്നു, 2-ാമത്തെ ദിവസം ഭാര്യയെ കൊണ്ടുവന്നു, 3-ാമത്തെ ദിവസം അനിയനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ ഗുരുവിന്റെ മനസ്സിൽ ചെറിയൊരു സംശയം, ഇവൻ പറയുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്നുള്ളത്. എന്നാലും നോക്കാം. അങ്ങനെ
ദിവസം ഇവൻ എന്താ 10 കിലോ മാവുമായിട്ടാണ് പോയി. 10 കിലോ മാവുമായിട്ട് പോയി. എന്നത്തെ പോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചു. ഭഗവാനെ വിളിച്ചു. ഭഗവാൻ വന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എന്താ, ഭഗവാനുണ്ട്, അടുത്ത് സീതാദേവിയുണ്ട്, സഹോദരനായ ലക്ഷ്മണദേവനും നിപ്പുണ്ട്. സന്തോഷം, ഇന്ന് വേറെ ആരെയും കൊണ്ടുവന്നിട്ടില്ല, അപ്പൊ എനിക്കുള്ള ഭക്ഷണം എനിക്ക് തന്നെ കിട്ടും എന്നിങ്ങനെ വളരെ ആശ്വസിച്ച് ഇങ്ങനെ താഴേക്ക് നോക്കിയപ്പോൾ എന്താ, വാലൊക്കെ ചുരുട്ടി കയ്യിലൊരു ഗതയൊക്കെ പിടിച്ച് ഒരു കുരങ്ങൻ ഇരിക്കുന്നു ഭഗവാന്റെ കാലിന്റെ അടുത്ത്, ഠാക്കൂറിന്റെ കാലിന്റെ അടുത്ത്. ഇവൻ ആകെ പേടിച്ചു. ഇവൻ പേടിച്ചിട്ട് ഭഗവാനോട് ചോദിക്കേണ്ടത്, എന്ത് കുരങ്ങനെയും കൊണ്ടുവന്നിരിക്കുന്നേ എന്ന് ചോദിക്കും ഭഗവാനോട്. ഭഗവാൻ പറയും, അവൻ എൻ്റെ ദാസനാണ്, പേര് ആഞ്ജനേയൻ എന്നാണ്, എൻ്റെ കൂടെ തന്നെ സദാസമയം കാണും. അപ്പൊ ഇന്ന് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്ന അവനെ മാത്രം വീട്ടിൽ ഒറ്റയ്ക്കിട്ട് നിർത്തിയിട്ട് വരാൻ പറ്റില്ല, അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പൊ ഇവനും ഭക്ഷണം കൊടുക്കണോ എന്ന് ചോദിക്കും ഇവൻ. അതായി ചോദിക്കാം. തീർച്ചയായിട്ടും അവനും ഭക്ഷണം കൊടുക്കണം. അപ്പൊ കുറെ നേരം ഹനുമാൻ നോക്കിക്കൊണ്ട് ശേഷവും പറയും, കണ്ടിട്ട് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയും. ശ്രീരാമചന്ദ്രൻ പറയും, അങ്ങനെ അവൻ ഒരുപാടൊന്നും കഴിക്കില്ല, നീ എന്തായാലും കൊടുക്ക് ഭക്ഷണം, അവനും വിശക്കൂലേ. അങ്ങനെ ഭക്ഷണം കൊടുക്കും. 4 പേർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പൊ ഇവന് പിന്നെ ഒന്നും പറഞ്ഞില്ല, കാരണം അവന് മനസ്സിലായി ദിവസവും ഞാൻ വഴക്ക് പറയും, പക്ഷെ ദിവസവും ഓരോരുത്തരെ കൊണ്ടുവരും, അതുകൊണ്ട് ഈ ഠാക്കൂറിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ തിരിഞ്ഞിരുന്നതിന് ശേഷം പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നത്തെയും പോലെ കുറച്ച് ഭക്ഷണം ബാക്കി വെച്ചിട്ടുണ്ട്. സന്തോഷം. പക്ഷെ അന്നൊരു സംഭവം ഉണ്ടായി. ഇവര് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഹനുമാൻ എന്ത് ചെയ്യും, ഇവന്റെ കൈകളിൽ കയറി പിടിക്കാൻ നോക്കും. അപ്പൊ ഇവൻ പേടിച്ചു പോകും, കാരണം ഇവന് ഹനുമാൻ സ്വാമിയാണെന്നൊന്നും അറിഞ്ഞൂടാ, ഇവന്റെ വിചാരം കുരങ്ങനാണെന്നാണ്. ഇവൻ കുരങ്ങൻ പിടിക്കാൻ വരുന്നു എന്ന് വെച്ചിട്ട് ഇവൻ കൈ മാറ്റും, തട്ടി മാറ്റും. ഹനുമാൻ സ്വാമി ഒന്നും ചെയ്യില്ല. അവര് തിരിച്ചു പോകും. അപ്പൊ തിരിച്ചു പോകുന്ന വഴിക്ക് സീതാദേവി ആഞ്ജനേയനോട് ചോദിക്കുകയാണ്, ആഞ്ജനേയ, നീ എന്തിനാണ് അവന്റെ കൈകളിൽ തൊടാൻ ശ്രമിച്ചത് എന്ന് ചോദിക്കുമ്പം ആഞ്ജനേയൻ പറയും, ഒരുപാട് വർഷങ്ങളായിട്ട് തപസ് ചെയ്യുന്ന മഹർഷിമാരുണ്ട്, കോടിക്കണക്കിന് നാമങ്ങൾ ജപിക്കുന്ന ഭക്തന്മാരുണ്ട്, ഭഗവാനെ ഒന്ന് കാണണമെന്ന് വെച്ചിട്ട് ഉപവാസം എടുത്ത് ജന്മങ്ങളോളം തപസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഭഗവാനെ ഒരു നിമിഷം കണ്ടാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അവർക്കൊന്നും ലഭിക്കാത്ത ഒരു മഹാഭാഗ്യം ഭഗവാൻ ആരെന്നുപോലും അറിഞ്ഞൂടാത്ത അവന് കിട്ടുന്നു. അവന് 4 ദിവസമായിട്ട് ഭഗവാന്റെ ദർശനം കിട്ടുന്നു. അവന്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം രുചിയോടെ ഭഗവാൻ കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്തുമാത്രം പുണ്യം ചെയ്തൊരു ജന്മമായിരിക്കും അവൻ്റെത്. അപ്പൊ അവന്റെ കൈകളിൽ തൊട്ടാൽ അവന്റെ ആ ഒരു പുണ്യത്തിന്റെ ഒരു അംശം എനിക്കും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവന്റെ കൈകളിൽ തൊടാൻ ശ്രമിച്ചത് എന്ന് ആഞ്ജനേയൻ സീതാദേവിയോട് പറയാണ്. സീതാദേവി അങ്ങനെ ചിരിക്കുന്നേയുള്ള ആഞ്ജനേയനെ നോക്കി. അങ്ങനെ 4ാമത്തെ ദിവസവും കഴിഞ്ഞു. ഇവൻ വൈകുന്നേരം ആശ്രമത്തിൽ ചെന്നു, ഗുരുദേവനോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ. അപ്പം ഗുരുദേവൻ അന്ന് ഉറപ്പിച്ചു, വരുന്നത് വേറെ ആരുമല്ല, ശ്രീരാമചന്ദ്രൻ തന്നെയാണ്. കാരണം അന്നൊരു കുരങ്ങനും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മനസ്സിലായി വേറെ ആരുമല്ല വരുന്നത്, ശ്രീരാമചന്ദ്രനാണ്. പക്ഷെ അപ്പം ഗുരുവിനൊരു മനസ്സിലൊരു സംശയം, ഭഗവാൻ ആരെന്ന് അറിഞ്ഞൂടാത്ത ഇവന്റെ മുമ്പിലേക്ക് ഭഗവാൻ എങ്ങനെ വരുന്നു, എന്ത് ചെയ്തിട്ടാണ് ഇവൻ ഭഗവാനെ വരുത്തുന്നത് എന്ന് ഗുരുവിന് ഒരു മനസ്സിൽ വലിയ സംശയം. അപ്പൊ ഗുരു ഇവനോട് പറയും, ശരി, നാളെ നീ പശുവിനെ മേയ്ക്കാൻ പോവല്ലോ, നാളെ നീ ചപ്പാത്തി ഉണ്ടാക്കുമല്ലോ, നീ ഒരു കാര്യം ചെയ്യണം, അവർ വരുമ്പം എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകണം, എനിക്കും അവരെ കാണണം എന്ന് പറയും. ശരി, സമ്മതിച്ചു. അങ്ങനെ 5ാമത്തെ ദിവസം ഇവൻ നിറച്ചു മാവുമായിട്ടാണ് പോകണം, നിറയെ മാവുമായിട്ട്. കാരണം അവനറിയാം ഇന്നും ആരെങ്കിലും കൊണ്ടുവരും എന്നുള്ള കാര്യം അറിയാം. നിറയെ മാവൊക്കെ ആയിട്ട് പോയി എല്ലാം റെഡിയാക്കി അവിടെ ചെന്നു. പക്ഷെ അവനൊന്നും ഭക്ഷണം ഉണ്ടാകുന്നില്ല. ഭക്ഷണം ഉണ്ടാക്കാതെ ശ്രീരാമചന്ദ്രനെ വിളിക്കാനായിട്ട്, ഗുരുവിന്റെ ഠാക്കൂർ ഭക്ഷണം റെഡിയാണ്, കഴിക്കാൻ വരുമെന്ന്. ഭഗവാൻ വന്ന് നോക്കുമ്പം ഇവ മാവും വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഭഗവാൻ ചോദിക്കുകയാണ്, എന്താ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് മാവ് മാത്രമേ ഉള്ളൂ, ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറി എവിടെ പോയി? അപ്പൊ ഭഗവാൻ ഇപ്പൊ ഇങ്ങനെ സൈഡിലേക്ക് നോക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ സീതാദേവി നിപ്പുണ്ട്, ലക്ഷ്മണചന്ദ്രൻ നിപ്പുണ്ട്, താഴെ ഹനുമാനും നിപ്പുണ്ട്. ഒന്നുകൂടെ ഒന്ന് ചെരിഞ്ഞ് നോക്കുമ്പോ എന്താ, സ്ഥിരം പരിപാടി തന്നെ പുതിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ അന്ന് 2 പേരെ കൊണ്ടുവന്നു. അപ്പം ചോദിക്കും, ഇതാരെ 2 പേര് പുതിയതെന്ന് ചോദിക്കുമ്പം അദ്ദേഹം പറയും, ഇതെന്റെ വേറെ 2 സഹോദരന്മാരാണ്, പേര് ഭരത ശത്രുഘ്നന്മാരെന്നുള്ളതാണ്. ഇപ്പൊ അവരും കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയും. അപ്പൊ ഇവൻ ചിരിക്കും ഭഗവാനെ നോക്കി. അപ്പം ഭഗവാൻ ചോദിക്കും, എന്താ നീ എന്നെ നോക്കി ചിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ പറയും, എന്നും ഠാക്കൂറല്ലേ എനിക്ക് സർപ്രൈസ് തരണേ, ഇന്ന് ഞാൻ തിരിച്ച് അങ്ങോട്ടൊരു സർപ്രൈസ് തരാൻ പോവാണ് എന്ന് പറയും. അപ്പൊ ഭഗവാൻ ചോദിക്കും, എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, എന്നും ഞാൻ ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾക്ക് തരും. ഠാക്കൂറിനാണെങ്കിൽ സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യയുണ്ട്, തടിമാടന്മാരായിട്ടുള്ള 3 സഹോദരന്മാരുണ്ട്, ഇതൊന്നും പോരാഞ്ഞിട്ട് സഹായിക്കാനായിട്ടൊരു കുരങ്ങനുണ്ട്. അപ്പം ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാനൊരു കാര്യം ചെയ്യാം, നമുക്കിന്ന് റെസ്റ്റ് എടുക്കാം, ഇവർ ഭക്ഷണം ഉണ്ടാക്കട്ടെ, ഇവർ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം എന്നിങ്ങനെ ശ്രീരാമചന്ദ്രനോട് പറയാണ് ഇവർ. അപ്പൊ ശ്രീരാമചന്ദ്രൻ പതുക്കെ ഇങ്ങനെ സീതാദേവിയുടെ മുഖത്തേക്ക് നോക്കും. അപ്പൊ സീതാദേവി പറയും, ശരി, ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം എന്ന് സീതാദേവി തലയാട്ടും. അങ്ങനെ സീതാദേവി ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പോകുന്നു. സീതാദേവിയെ സഹായിക്കാനായിട്ട് വീരാഞ്ജനേയൻ സീതാദേവിയുടെ സമീപത്തിരിക്കുന്നു. ഭരതലക്ഷ്മണ ശത്രുഘ്നന്മാര് എന്താ വിറകുടിക്കാനായിട്ട് കാടുകളിൽ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു പാറപ്പുറത്ത് പത്മാസനത്തിൽ ഇരിക്കുന്നു. അങ്ങനെ ധ്യാന നിമഗ്നനായിട്ടിരിക്കുന്നു. തൊട്ടടുത്തായിട്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഇവനും ഇരിപ്പുണ്ട്.
അപ്പം എല്ലാവരെയും റെഡിയാക്കി. അപ്പൊ ഇവന് മനസ്സിൽ എങ്ങനെയെങ്കിലും ഇത് ഗുരുവിന്റെ അടുത്ത് പോയി പറയണം, കാരണം ഗുരുവിനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് അവനൊരു ഐഡിയ, പെട്ടെന്ന് മനസ്സിലൊരു ബുദ്ധി ഉദിച്ചു. അപ്പൊ ശ്രീരാമചന്ദ്രന്റെ അടുത്ത് പോയി പറയാണ്, ഠാക്കൂർ ഞാനൊരു കാര്യം ചെയ്യാം, ഇവർ ഭക്ഷണം ഉണ്ടാക്കി കഴിയാൻ കുറച്ച് സമയം എടുക്കും, അപ്പൊ എന്റെ പശുക്കളൊക്കെ അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ഞാൻ അവിടം വരെ പോയി അവര് വെള്ളം കുടിച്ചോ പുല്ല് തിന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ തിരിച്ചു വരുന്നവർ ഇവിടെ നിന്ന് പോകരുത്, ഇവിടെ തന്നെ ഇരിക്കണം എന്ന് ഭഗവാനോട് പറയും. ഠാക്കൂർ പറയും, ഭഗവാൻ പറയും, ശരി ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, നീ പോയിട്ട് വാ എന്ന് പറയും. അങ്ങനെ ഇവൻ ഓടി ആശ്രമത്തിൽ ചെല്ലും. നേരെ ആശ്രമത്തിൽ ചെന്നിട്ട് ഗുരുവിനോട് പറയാണ്, ഗുരു താങ്കളുടെ ഠാക്കൂറിനെ ഫുൾ ഫാമിലി അടക്കം ഞാൻ അവിടെ ട്രാപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്, ഇപ്പൊ എന്റെ കൂടെ വന്നാൽ ഇവരെ എല്ലാവരെയും കാണാം എന്ന് പറയും. ഇത് കേട്ട ഉടനെ ഗുരു ഇവന്റെ പുറകെ ഓടാൻ തുടങ്ങി. ഇവൻ മുമ്പിൽ ഓടുന്നു, ഗുരു പുറകെ ഓടുന്നു. ഇവർ ഓടി അവിടെ ചെല്ലുന്നു, കാട്ടിൽ ചെല്ലുന്നു. അപ്പൊ ഗുരു വളരെ ഭക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഭഗവാനെ അത്രയേറെ ആരാധിച്ച് സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ തന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഭഗവാന്റെ ആ ദിവ്യസുന്ദര രൂപം കാണാനുള്ളൊരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായി. ചെല്ലുമ്പോൾ ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്നു പാറപ്പുറത്ത്, ഇങ്ങനെ പത്മാസനത്തിൽ ഇരിക്കുകയാണ്. നേരെ ഭഗവാന്റെ പാദങ്ങളിൽ ചെന്ന് നമസ്കരിച്ച് ഭഗവാനോട് ചോദിക്കുകയാണ്. ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഭഗവാൻ ഇങ്ങനെ നോക്കി ചോദിക്കുകയാണ്, എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ഇദ്ദേഹത്തെ പൂജിക്കുന്നു, നാമങ്ങൾ ജപിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എന്നെല്ലാം ചെയ്യുന്നു, എന്നിട്ട് എനിക്ക് ഒരു നിമിഷം പോലും ഭഗവാൻ ദർശനം തന്നിട്ടില്ല. ഭഗവാൻ ആരെന്ന് പോലും അറിഞ്ഞൂടാത്ത ഇവൻ ഇത്ര ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഭഗവാൻ ദർശനം നൽകുന്നു, അവന്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുന്നു, ഇതെങ്ങനെ സാധ്യമാണ് ഭഗവാനെ എന്നിങ്ങനെ ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആ ഒരു ഗുരുവിന്റെ അടുത്ത് പറയാണ്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പൂജകൾ, ഹോമങ്ങൾ, നാമജപോച്ചാരണങ്ങൾ, ഇതൊക്കെ കൊണ്ട് എന്നെ പ്രസാദിപ്പിക്കാൻ സാധിക്കുമായിരിക്കാം. പക്ഷെ അതിനേക്കാളുമൊക്കെ മുകളിൽ മറ്റൊരു കാര്യമുണ്ട്, എന്നിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം. ഞാൻ ഉണ്ട് എന്നുള്ളൊരു അചഞ്ചലമായിട്ടുള്ള വിശ്വാസമുള്ള ഒരു മനസ്സിലേക്ക് അവർ വിളിക്കാതെ തന്നെ ഞാൻ കടന്നു ചെല്ലും. കാരണം ആ ഒരു മനസ്സുകളിലാണ് ഞാൻ വസിക്കുന്നത്, അവിടെയാണ് എൻ്റെ വൈകുണ്ഠം. മാത്രമല്ല അവന്റെ മനസ്സിൽ കളങ്കമില്ല, നിഷ്കളങ്കമായ മനസ്സാണ്. അവൻ ഗുരു എന്തു പറഞ്ഞോ അതുപടി അനുസരിക്കുകയാണ് ചെയ്തത്. സ്വന്തം വിശപ്പിനെ പോലും വകവയ്ക്കാതെ അവൻ മറ്റെന്തും സഹിക്കും. പക്ഷെ വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരു പയ്യനാണ്. എന്നിട്ട് പോലും ഗുരു പറഞ്ഞു എന്നുള്ളൊരു ഒറ്റ വാക്കിന്റെ പുറത്ത് അവന്റെ വിശപ്പ് പോലും ത്യജിച്ചുകൊണ്ട് അവന്റെ ഭക്ഷണം മൊത്തം അത്രയും ത്തോടുകൂടി എനിക്ക് നൽകുകയാണ് ചെയ്തത്. അപ്പൊ അവന്റെ മുമ്പിലല്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പോകും എന്നിങ്ങനെ ഭഗവാൻ ഇങ്ങനെ ആ ഒരു ഗുരുവിനോട് പറയാണ്. അപ്പോഴാണ് ആ ഗുരുവിന് ആ ഭക്തിയുടെ ശക്തി എന്താണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അത്രയും നാൾ അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിച്ചു എന്നുണ്ടെങ്കിലും ദിവസവും അവര് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭഗവാനെ വിളിച്ചിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ അവരാരും പൂർണ്ണ വിശ്വാസത്തോടു കൂടിയല്ല വിളിക്കുന്നത്. നമ്മളാണെങ്കിൽ തന്നെ നേദ്യം ഭഗവാന്റെ മുമ്പിൽ വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഭഗവാൻ നേരിട്ട് വരും കഴിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണോ നമ്മൾ വെക്കണേ? അല്ല. കാരണം നമ്മുടെ മനസ്സെന്താ പറയണേ? വെക്കുന്നുണ്ട്, ഭഗവാൻ കഴിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെ ചിന്ത, അല്ലെ? അവിടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമില്ല. അങ്ങനെ അപൂർണമായിട്ടുള്ള വിശ്വാസമുള്ള സ്ഥലത്തേക്ക് ഭഗവാൻ വന്നിറങ്ങാൻ സാധ്യമല്ല. എന്ന് വെച്ചാൽ ഭഗവാൻ നമ്മളെ കാണുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ നേരിട്ട് ഭഗവാൻ അവിടെ വരില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഭക്തിയുടെ ശക്തി എന്താണ്, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ശക്തി എന്താണ്, ഒരു ഗുരു പറയുന്ന ഒരു വാക്കിന് നമ്മൾ കൊടുക്കുന്ന വില എന്താണ് എന്നുള്ളതൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു കഥയാണ് ഈ ഒരു അഥായിയുടെ കഥ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഭക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. എപ്പോഴും പലരും പല സ്ഥലത്തും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളും കേട്ടിട്ടുണ്ടാവും. നമ്മൾ പുതിയൊരു ചെരുപ്പൊക്കെ ഇട്ട് ക്ഷേത്രത്തിൽ പോവാണ്, ചെരുപ്പ് പുറത്തിട്ടിട്ട് അമ്പലത്തിൽ കയറുകയാണെങ്കിൽ നമ്മുടെ ചിന്ത മൊത്തം ചെരുപ്പിലായിരിക്കും, അല്ലേ? ചെരുപ്പാരെങ്കിലും കൊണ്ടുപോകും എന്നുള്ള ചിന്തയിലായിരിക്കും അമ്പലത്തിന്റെ അകത്ത് നിൽക്കുന്ന അമ്പലത്തിന്റെ അകത്ത് എന്തോ ഒരു ചടങ്ങിനെന്ന പോലെ ക്ഷേത്രത്തിൽ കയറുന്നു, തൊഴുന്നു, പ്രസാദം വാങ്ങിക്കുന്നു, നെറ്റിയിലിടുന്നു, തൊഴുന്നു, നമസ്കരിക്കുന്നു. പക്ഷെ മനസ്സിലെ ചിന്ത മൊത്തം ചെരുപ്പിനെ കുറിച്ചായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ചിന്തയോടുകൂടി നമ്മൾ ക്ഷേത്രത്തിൽ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, ഇത് മാത്രമല്ല, നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് പൂർണ്ണമായും ഈശ്വരനിൽ ലയിച്ചു നിൽക്കുകയാണോ, അതോ പല പല ചിന്തകളിലേക്ക് പോവുകയാണോ? ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈശ്വരനോട് അത് ചോദിക്കണം, ഇത് ചോദിക്കണം എന്നുള്ള എല്ലാവരും അങ്ങനെയല്ല, എന്നാലും നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാവില്ല. ആവശ്യങ്ങൾ നടത്തിത്തരാൻ ഈശ്വരനെ ഉള്ളൂ, അത് വേറെ കാര്യം. എങ്കിൽ തന്നെയും നമ്മൾ പല ആവശ്യങ്ങളുമായിട്ടായിരിക്കും ഈശ്വരന്റെ അടുത്തേക്ക് ചെല്ലുന്നത് തന്നെ. പക്ഷെ അവിടെ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണമോ ഈശ്വരനോടുള്ള പ്രേമ ഭക്തിയോ ഒന്നും അവിടെ പ്രകടമാകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ എല്ലാവരെയും ആക്ഷേപിക്കുന്നതല്ല, ഒരു മെജോറിറ്റി ആൾക്കാരും അങ്ങനെയാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഇന്നത്തെ ഭക്തി കൂടുതൽ ഒരു പ്രഹസനമായിട്ടുള്ള ഒരു ഭക്തിയാണെന്നുള്ള കാര്യം.
ഈശ്വരനിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു ഭക്തിയല്ല. കുറിയിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ കാവ്യമുണ്ടുടുത്തത് കൊണ്ടോ രുദ്രാക്ഷം ഇട്ടത് കൊണ്ടോ എല്ലാവരും കേൾക്കെ ജപിച്ചത് കൊണ്ടോ ഒന്നും ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ അതൊന്നും ഈശ്വരന് വേണ്ട. അതൊന്നും ഇല്ലാതെ നിറഞ്ഞ ഭക്തിയോടുകൂടി നമ്മൾ ഈശ്വരനെ ഒരു തവണ വിളിച്ചാൽ, ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി വിളിച്ചാൽ ഈശ്വരൻ നമ്മുടെ അടുത്തേക്ക് വരും. പക്ഷെ അങ്ങനെ ആ ഒരു ഭക്തിയും വിശ്വാസവും ഒക്കെ നമ്മുടെ മനസ്സിൽ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേർവഴി കാണിക്കാനായിട്ട് ഒരു ഗുരു ഉണ്ടാവണം, അല്ലേ? ഒരു ഗുരു ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഗുരു ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അതേപോലെ ചിന്തിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റും വേണം. നമുക്ക് ഭക്തിയുണ്ട്, നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കും. നല്ല മണമുള്ള ഒരു പൂവാണ്, പക്ഷെ നിൽക്കുന്നത് വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ആ പൂവിന്റെ സുഗന്ധം ഒരിക്കലും പുറത്തേക്ക് വരില്ല എന്ന് മാത്രമല്ല, ഈ ദുർഗന്ധം എല്ലാം കൂടെ ആ പൂവിനെയും കൂടെ പിടിപെടുകയും ചെയ്യും. അതുകൊണ്ട് സത്സംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ പ്രാധാന്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, അല്ലെ, ഈ ഓൺലൈനിൽ ഇരിക്കുന്നു. ജയേഷ് ആദ്യം പറഞ്ഞ പോലെ പലർക്കും പല 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 തിരക്കുകളും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഈ ഇരിക്കുന്നവർക്കും എല്ലാം പല തിരക്കുകളുള്ളവരായിരിക്കാം. ഞാനും ഈ പറഞ്ഞ പോലെ ഓഫീസ് ടൈമാണ് ഇപ്പോഴും. പക്ഷേ എങ്കിലും ഭഗവാന്റെ കഥ പറയാനുള്ള ഒരു അവസരം എന്നുള്ളൊരു മനസ്സിലൊരു സന്തോഷം, അല്ലെ? നമ്മൾ കേൾക്കുന്ന നിങ്ങളെക്കാൾ സന്തോഷമാണ് പറയുന്നത് എനിക്ക്. അത്രയും നേരം ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ് എൻ്റെ മനസ്സ്, ചിന്ത വേറെ എങ്ങോട്ടും പോണില്ല. അപ്പൊ ആ ഒരു അരമണിക്കൂർ ഭഗവാനിൽ ലയിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുക എന്നുള്ളത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. അപ്പൊ ആ ഒരു സമയമാണ് നമ്മൾ ഈശ്വരനായിട്ട് സമർപ്പിക്കുന്നത്. നമ്മുടെ സമയം ഈശ്വരന് കൊടുക്കുക എന്ന് വെച്ചാൽ അതിലും വലുതായിട്ട് മറ്റൊന്നും ഈശ്വരന് കൊടുക്കാനില്ല. സ്വർണമോ വജ്രമോ വെള്ളിയോ ഒന്നും അതിന് സമമേ അല്ല. നമ്മുടെ സമയമാണ് ഈശ്വരന് കൊടുക്കുക എന്ന് വെച്ചാൽ അതിലും വലിയൊരു സമർപ്പണം ഈശ്വരന് മറ്റൊന്നില്ല. അത് കൊടുക്കാൻ നമ്മുടെ മനസ്സ് നമ്മളെ അനുവദിക്കണം. നമ്മുടെ പ്രയോറിറ്റീസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, എന്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കുക എന്നുള്ളത് പറയുമല്ലോ. ഈശ്വരൻ എപ്പം നമ്മൾ മുൻഗണന കൊടുത്ത് തുടങ്ങുന്നോ ആ നിമിഷം തൊട്ട് ഈശ്വരന്റെ സാമീപ്യം നമ്മൾ അറിഞ്ഞു തുടങ്ങും. എന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചു, ഈശ്വരന് സമർപ്പിച്ചു എന്ന് വെച്ചാൽ നാളെ ഈശ്വരൻ നമ്മുടെ അടുത്ത് വരണമെന്നൊന്നുമില്ല. ഈശ്വരൻ നമ്മളെ അങ്ങനെ പെട്ടെന്നൊന്നും പ്രസാദിക്കുന്ന ആളൊന്നും അല്ല, അറിയാമായിരിക്കുമല്ലോ, അല്ലെ? നമ്മൾ എത്രത്തോളം പരീക്ഷിക്കാമോ അത്രത്തോളം പരീക്ഷിക്കും. കാരണം അത്രയും നമ്മളതിന് അർഹനാണെന്നുള്ള കാര്യം ഈശ്വരന് ഉറപ്പുവരുത്തണം. അർഹതയില്ലാത്ത ഒരു സംഭവവും നമുക്ക് ഈശ്വരനിൽ നിന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. നമ്മളതിന് അർഹനാണെന്നുള്ള ഈശ്വരന് തോന്നിയെങ്കിലേ ആ ഒരു സാമീപ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അത് നിസ്സാരം ആയിട്ടുള്ളൊരു കാര്യമല്ല. അത്രയേറെ കഷ്ടതകളും ത്യാഗങ്ങളും നമ്മൾ സഹിച്ചെങ്കിൽ മാത്രമേ ഈശ്വരന്റെ ഒരു പ്രഭാവം, സാമീപ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ അതിന് നല്ലൊരു ഗുരു വേണം, നല്ലൊരു സത്സംഗ് വേണം. നമ്മുടെ ഭാഗ്യമാണ് നമുക്ക് ഇതുപോലൊരു സത്സംഗിൽ വന്ന് പെടാൻ സാധിക്കുക എന്നുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ തുടക്കം ആ ഒരു ഖത്തറിൽ നിന്നാണ്. അത്രയും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ എനിക്ക് വന്ന് പെടാൻ പറ്റിയത് കൊണ്ടാണ് എൻ്റെ ഭക്തി അത്രയും അടുത്ത 2-3 പടികളിലേക്ക് മുകളിൽ കയറാൻ പറ്റിയത്. ഞാൻ അവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് വൃന്ദാവനത്തിൽ പോകാൻ സാധിച്ചത്. വൃന്ദാവനം കേട്ടിട്ടുണ്ടെന്ന് നല്ല സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിട്ടില്ല ഞാൻ വൃന്ദാവനത്തിൽ പോകുമെന്നുള്ളത്. അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് വൃന്ദാവനത്തിൽ പോകാനുള്ള അവസരം കിട്ടിയത്, വൃന്ദാവനത്തിൽ പോകാനുള്ള ഭാഗ്യം കിട്ടി. ഒരു 2-3 മാസം മുമ്പ് പുരിയിൽ പോകാൻ പറ്റി, ജഗന്നാഥനെ കണ്ണറയെ കാണാൻ സാധിച്ചു. അതും മനസ്സിൽ വിചാരിച്ചിരുന്നൊരു സംഭവമേ അല്ല. നമ്മുടെ സത്സംഗങ്ങളിലെല്ലാം പറയുന്നതാണല്ലേ പുരി ജഗന്നാഥനെ കുറിച്ച്. അപ്പൊ അത് കേട്ട് മനസ്സിൽ ആ ഒരു ഭാവം നമ്മളറിയാതെ തന്നെ അങ്ങ് പതിയും. നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഈ സത്സംഗത്തിൽ ഇരിക്കുമ്പം നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയുന്നില്ല. അറിയാതെ തന്നെ ഈശ്വരന്റെ ചൈതന്യം നമ്മളിലേക്ക് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫലങ്ങൾ പതിയെ നമ്മളിൽ കണ്ടു തുടങ്ങും. നമ്മളൊക്കെ ഒരുപാട് ലേറ്റായി പോയി, നമ്മളൊക്കെ ഒരുവിധം പ്രായമായല്ലോ, ജീവിതത്തിന്റെ പകുതിയോളം കഴിഞ്ഞു. ഞാൻ ശരിക്കും പറയാ, ഇതുപോലുള്ള സത്സംഗങ്ങൾ വരേണ്ടത് കുട്ടികളാണ്. ശരിക്കും കുട്ടികളാണ് ഈ സത്സംഗങ്ങൾ വരേണ്ടത്. അവരിൽ വേണം ഈ ഒരു കാര്യങ്ങൾ ആദ്യം ചെന്നെത്തേണ്ടത്. കാരണം അവർ വളർന്നു വരുന്ന തലമുറയാണ്. അവർക്ക് ഭക്തിക്കുള്ള സമയം ഒരുപാടുണ്ട്. അവരിലേക്ക് ചെന്നെത്തി ഞാൻ ഈ പറഞ്ഞ കഥ ഞാൻ മറ്റൊരു സ്ഥലത്ത് നിന്ന് കേട്ട കഥയാണ്. അപ്പം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ മക്കളുണ്ടാവും, കൊച്ചുമക്കളുണ്ടാവും, അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവരുടെ മനസ്സിൽ ആ ഭക്തി എന്താണെന്നുള്ള കാര്യം അവരിലേക്ക് എത്തിക്കുക. അതിലൂടെ ഈശ്വരന്റെ സാമീപ്യം നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും നമുക്ക് ചുറ്റിലുള്ള എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു അവസരത്തിൽ, ഇങ്ങനൊരു ദിവസം ഭഗവാന്റെ കഥ പറയാൻ എനിക്കൊരു അവസരം തന്ന ജയേഷ് പ്രഭുവിനും ഇത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു നന്ദി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ, ഹരി ബോൾ. എങ്ങനെയാണ് പ്രഭുവിനോട് ഇതിനെപ്പറ്റി ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയാൻ ഞാനല്ല, നമ്മള് മാതാജിമാരോടൊക്കെ തന്നെ ചോദിക്കാം. കാര്യം എനിക്ക് പ്രഭുവിനെ എത്ര വർഷമായിട്ട് അറിയാവുന്നതാണ്. പ്രഭു പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ ചെന്നെത്തുമെന്ന് എനിക്കറിയാം. ഞാനത് കാരണം ഞാൻ തന്നെ മാതാജിമാരോടൊക്കെ ചോദിക്കുക, അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ലെസൺ എന്താണ് എന്നുള്ളത് ഓരോരുത്തരും ചെറിയ വാക്കിൽ പറയാം. കാര്യം പ്രശാന്ത് പ്രഭുവിനപ്പം ഒരുപക്ഷെ അത് അദ്ദേഹത്തിന് നല്ലൊരു ഇതോടുകൂടി എന്താണ് അദ്ദേഹത്തിന് ഇനി അടുത്ത സത്സംഗങ്ങളിലും പ്രഭു വരണം എന്നുള്ളതുണ്ട്. മാസത്തിൽ ഒന്നെങ്കിലും പ്രഭു എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് കാര്യം, അല്ലെങ്കിൽ വീണ്ടും ഗ്യാപ്പ് കൂടും.
ഒരുപാട് ഒരുപാട് സന്തോഷം പ്രഭു. പ്രഭു വളരെ നല്ല ഒരു കഥയാണ് പറഞ്ഞ. ഭക്തിയിൽ നമുക്കൊക്കെ ഒരുപാട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പാഠമാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. ഞാൻ എന്താ പറയണ്ടേ? ഹരേ ഹരേ കൃഷ്ണ. പ്രഭുജി, ഞാൻ എന്താ പറയണ്ടേ? എവിടെയൊക്കെയോ പ്രഭുജി കൊണ്ടുപോയി. ഭഗവാന്റെ അടുത്ത് പോയ ഒരു പ്രതീതി. ഭയങ്കര സന്തോഷം. പ്രഭുജിന്ന് കുറെ കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കഥ ഇങ്ങനെ കേൾക്കണമെന്ന്. പ്രഭുജിയുടെ കഥകളെല്ലാം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. എത്ര കഥകൾ അന്ന് തിരുപ്പതിയുടെ കഥകളൊക്കെ പറഞ്ഞെല്ലാം ഭഗവതി പത്മാവതിയുടെ കഥയും ഒക്കെ ഇങ്ങനെ ഉണ്ട്. ഏതോ അതുപോലെ ഒരു നല്ല കഥ, ഒരു പൂർണ്ണമായി നിഷ്കളങ്കവും വിശ്വാസവും ഉണ്ടായി വേണം ഭഗവാനിൽ എത്താൻ എന്നുള്ള ആ ഒരു നല്ല എന്താണ് നല്ലൊരു തന്നെ ഒരു മെസ്സേജാ നല്ല അല്ലേ? അഡ്വൈസ് ഞങ്ങൾക്ക് തന്നു ഭഗവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കൂടെ ഹരേ കൂടി ഇങ്ങനെ ഒന്ന് വരിക, ഒന്ന് കാണുന്നത് തന്നെ ഞങ്ങൾക്കൊരു ഭക്തി. ഓ അതുകൊണ്ട് പ്രഭു മാതാജി അങ്ങനെ കേൾക്കുന്നത് പറയരുത്. അതിലും ഭക്തി, ഞാൻ പറയാ അങ്ങനെ അത് പറയരുത് മാതാജി. കേൾക്കുന്നത് അതിലും ഭക്തി. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. കഴിഞ്ഞ പ്രാവശ്യം കഥ കേട്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ഈ കഥ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുന്നത് ഒരു കഴിവ് തന്നെയാണ്. കാട്ടിൽ പോയി പയ്യൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതും ചപ്പാത്തി ഭഗവാൻ വന്ന് കഴിക്കുന്നതും ഒക്കെ നമ്മളങ്ങ് നമ്മുടെ അന്തരംഗ ഇതിൽ നമ്മളിത് കാണുന്നു. എന്റെ കൂടെ അവിടെ ഇരുന്ന് ആ പുക വരെ അടിക്കുന്നുണ്ട്. അതുപോലെ നല്ല കഥ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അത് ഞാൻ കേട്ടിട്ടില്ലാത്തൊരു കഥയുമായത്. പ്രഭുജിയുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് ഇനിയും വല്ലപ്പോഴൊക്കെ വന്ന് ഇതുപോലുള്ള കഥകൾ ഞങ്ങൾക്ക് പറയാം. തീർച്ചയായിട്ടും മാതാജി, ഈ കഥകൾ പറയാന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, പറയാന്നുള്ള അത് ഭഗവാൻ നിങ്ങളിലേക്ക് അത് എത്തണം എന്നുള്ള ഭഗവാന്റെ സങ്കല്പമാണ്. ഭഗവാന്റെ സങ്കല്പമാണ് അത്. ഇന്നത്തെ ദിവസം നിങ്ങളിൽ അത് എത്തണം എന്നുള്ള ഭഗവാന്റെ സങ്കല്പം. അതിന് എന്നെ ഒരു നിമിത്തമാക്കാനായിട്ട് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അത് നിങ്ങളൊരു മഹത്വം എന്നുള്ളതാണ്. അപ്പൊ അതിന് ഞാൻ വേണം അങ്ങോട്ട് നന്ദി പറയാൻ. കാട്ടിൽ അടുപ്പ് കൂട്ടുന്നതും അതെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ അടുത്ത് പോയിരുന്ന് കാണുന്ന പോലെ തന്നെ മനസ്സിൽ പതിഞ്ഞു ആ കാര്യങ്ങളൊക്കെ. അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. ഹരേ കൃഷ്ണ. ഹരി ബോൾ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. രോഹിണി മാതാജി. മാതാജി കാര്യം രമണി രോഹിണി ദേവിദാസ് മാതാജി ഷാർജ ശ്രീവാസാങ്കണത്തിൽ ഉണ്ടായിരുന്നാണ്. അതിനുശേഷം മാതാജി നാട്ടിൽ വന്ന് സെറ്റിലായി. നാട്ടിൽ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നുണ്ട്. കൊല്ലത്താണ് മാതാജിയുടെ വീട്. മാതാജി ഹരേ കൃഷ്ണ. മാതാജി കേട്ടിരുന്നോ? മാതാജി നമുക്ക് ക്ലാസ് ഒക്കെ ഇടയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാണ്ട് വന്ന് എടുക്കുന്നതാണ്. ഇത് പ്രശാന്ത് പ്രഭു, ഇപ്പം ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. മാതാജി ഒന്ന് പരിചയപ്പെട്ടോളൂ. ഹരേ കൃഷ്ണ. മാതാജി ക്ലാസ് കേട്ടെങ്കിൽ മാതാജിയുടെ വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും സജഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ ദലാത് പ്രണാമം. ഹരേ കൃഷ്ണ പ്രശാന്ത് പ്രഭു. എല്ലാ ഡിവോട്ടീസിനും നമസ്കാരം, പ്രണാമം. പ്രഭു, ഞാൻ ക്ലാസ് കേട്ടു. പ്രഭു ഇപ്പൊ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, ഭഗവാന്റെ ഒരു സങ്കല്പമാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വേർഡ് വരുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഒരു കണ്ടന്റ് തന്നെയായിരുന്നു. പ്രഭു പറഞ്ഞു അത് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ഭഗവാന്റെ സങ്കല്പമാണെന്ന്. എന്റെ സന്തോഷം എന്താ വെച്ചാൽ എന്നെയും സെലക്ട് ചെയ്തു അതിലേക്ക്. ജയേഷ് പ്രഭുവിനെ അറിയാൻ ഞാൻ ഒരു ദിവസവും ജോയിൻ ചെയ്യാറില്ല. എത്രയോ കാലമായിട്ട് ഞാൻ ഇന്ന് എന്തിനാ ഒന്ന് ജോയിൻ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്തോ വന്ന് ജോയിൻ ചെയ്തപ്പോൾ വളരെ വാലിഡ് ആയിട്ട് വളരെ ഇതായിട്ട് ഒരു കഥ, നന്നായിട്ട് ഇതുവരെ കേട്ടിട്ടില്ലാത്ത കഥ തന്നെയാണ്. അത് എല്ലാവരിലേക്കും എത്തിക്കുക എന്ന് പറയുന്നത് അതൊരു കഴിവ് തന്നെയാണ്. അത് മാതാജിമാര് പറഞ്ഞ പോലെ നമ്മളതിങ്ങനെ കാണുകയായിരുന്നു. പ്രഭു പറയുമ്പോഴും ഇങ്ങനെ ഓരോന്നും കാണുകയാണ്, ഭഗവാനെ ഒക്കെയും നമ്മൾ കാണുകയാണ്. അപ്പം അത് റിപ്പീറ്റ് ഓരോ ദിവസത്തെയും പറയുമ്പോഴും അത് നവം നവം, അത് പുതുതായിട്ടാണ് നമുക്ക് റിപ്പീറ്റ് എന്നല്ല തോന്നുന്നത്, നവം നവം. ഓരോ ദിവസവും ഇന്നിനി ആരാ വരിക, ഇന്നിനി ആരാ വരിക, ഇങ്ങനെ ചിന്തിച്ച് വെച്ചാല് ലക്ഷ്മണൻ ആദ്യം വരുമോ അതോ ആഞ്ജനേയ സ്വാമി ആദ്യം വരുമോ, അവരൊക്കെയാണ് വരിക എന്നുള്ള ഒരു ഗ്രൂപ്പ് നമുക്കറിയാലോ. പക്ഷെ എന്നാലും ഇത് ആര് വരും, ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി നമ്മള്. സസ്പെൻസ് ത്രില്ലർ പോലെ കേട്ടിരുന്നു. എന്റെ ചിന്തയാ ഞാൻ പറഞ്ഞത് കേട്ടോ, എന്റെ ചിന്തയാ പറഞ്ഞത്. അത് അവതരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ പ്രഭു, അത് വളരെ നന്നായിട്ട് ചെയ്തു പ്രഭു. ഹരേ കൃഷ്ണ. വളരെ ഇഷ്ടായി. ഇത് പ്രഭുവിനെ കൊണ്ടുവന്നതിന് ജയേഷ് പ്രഭുവിനും ഒരു താങ്ക്സ്. പിന്നെ ഞാൻ പ്രഭുവിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടാവും, കാരണം അന്ന് പോയപ്പം പ്രഭുവിന്റെ ശബ്ദത്തിൽ കുറച്ച് കഥ പറഞ്ഞു എന്ന് ഞാനും ഉണ്ടായിരുന്നു അന്ന്, അല്ലേ പ്രഭു? അതെ അതെ, തീർച്ചയായിട്ടും മാതാജി ആ സമയത്ത് നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
അതെ, ഉണ്ടായിരുന്നു. കോട്ടയത്താണ് ഞാൻ ജോയിൻ ചെയ്തത്. അന്നാണ് ഞാൻ ജയേഷ് പ്രഭുവിനെ ആദ്യമായിട്ട് കാണുന്നത്. എന്തൊക്കെയോ എവിടെയൊക്കെയോ ഭഗവാൻ നമ്മളെയൊക്കെ കണക്ട് അതെ അതെ ചെയ്യുന്നുണ്ടല്ലോ. അതെ 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 എന്ത് തീർച്ചയായിട്ടും. പുണ്യാണെന്ന് അറിയത്തില്ല. ഞാനിപ്പോ ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന ബ്രോ, റെന്റിന് എവിടെയാ ജൂൺ താമസിക്കുന്നത് മുതൽ. മാതാജി? ഞാൻ ലോ കോളേജ് ജംഗ്ഷനിലാണ്. ആ, എന്റെ ഈ പുറകിൽ ആ, കാണുന്ന ആളെ കാണാൻ പോവാറുണ്ടോ? ഞാൻ ഇന്ന് കൂടെ ശ്രീരഞ്ജനി മാതാജി ഇവിടെ ഉണ്ട്. മാതാജിയുടെ വൈകിട്ട് 4:30 നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, പപ്പനവനെ കണ്ടില്ല, ജൂൺ ജൂലൈ 2 മാസമായി, ഇതുവരെ പോയില്ല, ഇത്ര അടുത്ത് വന്നു എന്ന് ഇന്ന് കൂടി പറഞ്ഞു. എന്തോ പോയിട്ടില്ല പ്രഭു, ഇതുവരെ പോകാൻ പറ്റിയില്ല. പോണം. ഉറപ്പായിട്ടും പോണം, ഇന്നലെയും പ്ലാൻ ഉറപ്പായിട്ടും ചെയ്തു പോണം. പോകാൻ. പോകണം പ്രഭു, അത്യാവശ്യമായിട്ട് പോകണം. വളരെ ലേറ്റായി പോയി. ഞാൻ ക്ഷമാപണം പറഞ്ഞു പറഞ്ഞ് ഓരോ ദിവസം ഇങ്ങനെ നീട്ടി പോവാണ് ഞാന്. പറ്റുമെങ്കിൽ നാളെ പോവും. ഓരോ ദിവസവും ഞാനിങ്ങനെ ഇന്ന് നാളെ ഇന്ന് നാളെ. മാതാജി എന്തായാലും മനസ്സിൽ തിരുവനന്തപുരത്ത് കുറച്ച് നാൾ കാണില്ലേ? ലക്ഷദ്വീപം വരികയാണ്. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലക്ഷദ്വീപം അടുത്ത വർഷം നടക്കാൻ പോവാണ്. മകരവിളക്കിന്റെ അന്നാണ് ലക്ഷദ്വീപം നടക്കുന്നത്. തീർച്ചയായിട്ടും പങ്കെടുക്കുക. 6 വർഷത്തിലൊരിക്കലാണ് നമുക്ക് ആ ഒരു അവസരം കിട്ടുക. അപ്പം തീർച്ചയായിട്ടും പങ്കെടുക്കുക. പങ്കെടുക്കാം പ്രഭു. പ്രഭു എവിടെയാ ട്രിവാൻഡ്രത്ത്? ഞാൻ ട്രിവാൻഡ്രത്ത് ആറ്റുകാലമ്മയുടെ വീടിന്റെ വീടല്ല, അമ്പലത്തിന്റെ അടുത്താണ്. ആറ്റുകാലമ്മയുടെ വീട് അതെ, അതിന്റെ അടുത്ത് കരിമം എന്ന് പറയും. സ്ഥലത്തിന്റെ ശരിക്കുള്ള പേര് കരിമം. അവിടെയാണ് അമ്പലം. കരിമം UP സ്കൂളിൽ വരെ വന്നിട്ടുണ്ട് പ്രഭു. NSS ഡ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ വരെ വന്നിട്ടുണ്ട്. ഭഗവാന്റെ സഹോദരിയുടെ സ്ഥലവും അരകത്ത് ദേവി ക്ഷേത്രം എന്ന് പറയും. ഭഗവാന്റെ സഹോദരി സ്ഥാനമാണ്. ഭഗവാന്റെ കൂടെ ആറാട്ടിന് പോകുന്ന ഒരേ ഒരു ദേവി ആ ദേവിയാണ്. ആ ദേവിയുടെ അമ്പലം ഈ പറഞ്ഞ കരിമം UP സ്കൂളിന് അടുത്താണ്. ഓ, അറിയില്ലായിരുന്നു പ്രഭു. അങ്ങനെ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നു, വർക്ക് ചെയ്യുന്നു എന്നല്ലാണ്ട് അധികമൊന്നും അറിയത്തില്ല. ഇനിയിപ്പോ പ്രഭുവായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ കൂടുതൽ പഠിക്കാം, അറിയാം. ഹരിബോൾ. താങ്ക് യു പ്രഭു. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. മഹാവിഷ്ണു ക്ഷേത്രം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് കയറാം. ഹരേ കൃഷ്ണ. മാതാജി മൈക്ക് ഓൺ ചെയ്യും. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ തുടങ്ങിയാൽ നിർത്തൂല. സോറി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഇതിപ്പോ ഞാന് കഥ കേട്ടിട്ട്, ഈ കഥ കേട്ടിട്ടില്ല. പക്ഷെ എങ്കിലും അയോധ്യയിൽ പോയ ഒരു പ്രീതി എനിക്കുണ്ടായത്, ശ്രീരാമലക്ഷ്മണന്മാരും ഹനുമാനും സീതാദേവിയും. ഞാൻ അയോധ്യയിൽ ഇങ്ങനെ പോയി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. പിന്നെ സത്സംഗത്തിനെ കുറിച്ച് പറഞ്ഞതും ഭഗവാന്റെ ഭക്തിയെ കുറിച്ച് പറഞ്ഞതും ഒക്കെ വളരെ നല്ല കാര്യം. അത് എപ്പോഴും മനസ്സിലുണ്ട്. അത് പിന്നെ പ്രണാമം ഗുരുജി. വളരെ സന്തോഷം അത്രയും പറഞ്ഞത് സ്വീകരിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പം പ്രഭുവിന് സമയം ഉണ്ടെങ്കിൽ പ്രഭു സ്റ്റേ ചെയ്യാൻ ഞാൻ ഭഗവത്ഗീത. തീർച്ചയായിട്ടും സമയത്തിന് ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഭഗവാന് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കണം. എന്നിട്ട് ഞാൻ പോയി കഴിഞ്ഞാലേ. ഹരേ കൃഷ്ണ. ഞാനിത് ക്വാളിഫൈഡ് ഒന്നും അല്ല. ഞാൻ പിന്നെ എനിക്കൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നു. ഇവരെന്നെ സഹിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല പ്രഭുജി, ഇത്രയും നാള് പ്രഭു ഈ ക്ലാസ് കൊണ്ടുപോകാന്നുള്ളത് എനിക്കറിയാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നാണല്ലോ, എനിക്കറിയാം എന്ത് ബുദ്ധിമുട്ടാണ് ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. അപ്പൊ അത്രയേറെ ഈശ്വരന്റെ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ക്ലാസ് ഇത്രയും വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ അതിന് പ്രഭുവിന് അത്രയും ഈശ്വരന്റെ സാമീപ്യം പ്രഭുവിന്റെ അടുത്തുണ്ട് എന്നുള്ളതാണ് അതിനുള്ളൊരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഈ ക്ലാസ് ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ അത് ഇവരൊക്കെ ഇനിയും ഉള്ളതുകൊണ്ട് ഒരുപാട് പ്രഭു, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ക്ലാസ് എടുക്കാൻ പറ്റുകയല്ലോ. ഇവരൊക്കെ എന്നോട് സഹകരിച്ച് എന്റെ അവസ്ഥ മനസ്സിലാകുന്നതുകൊണ്ട് ഇവർ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ക്ലാസ് മുന്നോട്ട് പോകുന്നു. അത്രയും മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ആരും ഒന്നിലും അങ്ങനെ എല്ലാം തികഞ്ഞായിരുന്നു. അപ്പം പ്രഭുവിന് അറിയാന്നുള്ള കാര്യങ്ങൾ പ്രഭു ഇവരോട് പങ്കുവയ്ക്കുന്നു. അപ്പൊ നമ്മളെക്കാൾ എന്തുമാത്രം പ്രായം കൂടുതൽ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടാവും ോടും പങ്കുവയ്ക്കുന്നു. അപ്പൊ അങ്ങനെയാണല്ലോ സത്സംഗം എന്ന് പറയുന്നത് തന്നെ. അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ പ്രഭു അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഭഗവത്ഗീതയിലെ കർമ്മയോഗമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എനിക്ക് ശബ്ദശകലമൊക്കെ പോയിട്ടുണ്ട്, ഇതുവരെ ശരിയായിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് രാമായണമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ത്രോട്ട് അവിടെ ആരോ പിടിച്ച് വലിക്കുകയാണ്. അപ്പൊ ക്ഷമിക്കണം എല്ലാവരും. അപ്പൊ നമ്മൾ എവിടം വരെ ഏത് ശ്ലോകമാണ് ഇന്ന് എടുക്കേണ്ടതെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 7 ശ്ലോകം 7. അപ്പൊ നമ്മള് അതായത് കർമ്മ മാർഗത്തിൽ കൂടെ എങ്ങനെ നമ്മൾ പ്രവൃത്തി ചെയ്തിട്ട് ഭഗവാനെ ആയിട്ട് യോഗം ചേരാം എന്ന്, ഏത് രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്നത്, ഏതാണ് ചെയ്യാൻ പറ്റാത്തത്, വിധിക്കപ്പെട്ട കർമ്മങ്ങള്, പിന്നെ എന്ത്
ഏതൊക്കെ കർമ്മത്തിന് പ്രതിപ്രവർത്തനം ഉണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന്. ന്യൂട്ടൺസ് ലോ ഒക്കെ എടുത്തിരിക്കുന്ന ഭഗവത്ഗീത എന്നാണ്. അപ്പൊ അങ്ങനെ ആ ആ കർമ്മകാണ്ഡം അതാണ് നമ്മൾ അതിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അർജുനൻ പറയുന്നു, അങ്ങ് ഫലകാംക്ഷയില്ലാത്ത കർമ്മം ചെയ്യണമെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ട് ഇവിടെ അങ്ങ് പറയുന്നു എന്താണ്, കർമ്മത്തിനൊക്കെ ഫലം പ്രതിപ്രവർത്തനം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതെന്നെ കൺഫ്യൂഷൻ ആക്കുന്നു. അതായത് രണ്ട് തരത്തിലുള്ള അർത്ഥമുള്ള വാക്കുകൾ അങ്ങ് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മൾ കണ്ടു, നമ്മൾ ഈ അധ്യായത്തിന് സമ്മറി ആയിട്ട് എന്ത് കണ്ടു? BMW അല്ലേ നമ്മൾ കണ്ടല്ലോ. എന്തൊക്കെയാണ്? ബോഡി മൈൻഡ് വർക്ക്. മൈൻഡ് ബോഡി മൈൻഡ് വർക്ക്, അതായത് മനസ്സാവാച കർമ്മണ അല്ലേ. ബോഡി മൈൻഡ് വർക്ക്, മനസ്സാവാച കർമ്മണ നമ്മൾ എന്താണ് ഭഗവാനിലെ സമർപ്പിക്കുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവാനായിട്ട് കർമ്മത്തിൽ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ അദ്ദേഹത്തിന്റെ സമ്മറി. ഇനി അതിൽ ഓരോരുത്തരായിട്ട് ഭഗവാൻ മറുപടി പറഞ്ഞു തുടങ്ങി. അർജുനന്റെ ചോദ്യത്തിന് കുഴപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊന്ന് വ്യക്തമാക്കി തരണമെന്ന് അർജുനൻ പറഞ്ഞനുസരിച്ചിട്ട് ഭഗവാൻ ഇപ്പം മറുപടി പറഞ്ഞു തുടങ്ങി. നമ്മൾ 7ാമത്തെ ശ്ലോകം. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗ മസക്ത സ വിശിഷ്യതേ. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗ മസക്ത സ വിശിഷ്യതേ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗ മസക്ത സ വിശിഷ്യതേ. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. യസ്യേന്ദ്രിയാണി മനസ്സാ നിയമയാഭ്യരതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗമസക്താ സ വിശേഷ്യത. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. വിവർത്തനം ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതന്റെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. യാതൊരുവനാകട്ടെ അർജുന, അല്ലയോ അർജുന, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയമ്യ അടക്കിയിട്ട് അസക്ത അസക്തനായിട്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗം ഭക്തിയെ ആരഭതേ ആരംഭിക്കുന്നുവോ സ അവൻ വിശിഷ്ടനാകുന്നു. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ ശ്രീലപ്രഭാത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ആത്മാർത്ഥതയുള്ള ഒരാൾ പ്രവർത്തന നിരതമായി ഇന്ദ്രിയങ്ങളെ മനസ്സിനാൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആസക്തി കൂടാതെ കൃഷ്ണാവബോധപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാളാണ് അത്യുത്തമൻ. അപ്പൊ നമ്മള് കഴിഞ്ഞ അധ്യായത്തിൽ 2ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയുടെ സമ്മറി ആയിരുന്നു. അപ്പൊ നമ്മൾ അവിടെ കണ്ട ഒരു പ്രത്യേക തരത്തിലുള്ള ഒരാളെ പറ്റി കണ്ടു, സ്ഥിരബുദ്ധിയുള്ള ആള്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, പിന്നെ വേറൊരാളെ പറ്റി കണ്ടല്ലോ, സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ. നമ്മളെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അവിടെ നമ്മൾ കർമ്മയോഗവും ബുദ്ധിയോഗവും ഒക്കെ കുറെ കണ്ടിരുന്നു. അപ്പൊ അവിടെ അതുപോലെയുള്ള അത്യുത്തമനായിട്ടുള്ളൊരു വ്യക്തിയെ, അല്ലെങ്കിൽ പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയെ, പണ്ഡിത സമദർശന എന്ന് നമ്മൾ വേറൊരു ശ്ലോകത്തിലും പഠിക്കുന്നുണ്ടല്ലേ ഭഗവത്ഗീതയില്. അപ്പൊ എല്ലാവരെയും ഒരേപോലെ കാണാൻ പറ്റുന്ന ആളാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. വാസുദേവനാണ് എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ആണെങ്കിൽ എല്ലാം എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഒരു മഹാത്മാവ്. അപ്പം നമ്മൾ കാണുന്ന ആൾക്കാർക്ക് ശരിക്കും മഹാത്മാവാണോ, അവർക്കൊരു മഹാത്മാ പട്ടമാണോ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വിചിന്തനം ചെയ്യുന്നുണ്ട് അല്ലേ. ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പൊ ഇത് മനസ്സിലാക്കിയ ആളാണ് ശരിക്കും എന്താണ് മഹാത്മാവ്. അപ്പൊ അങ്ങനെ അത്യുത്തമനായിട്ടുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ മഹാത്മാവ് അല്ലെങ്കിൽ പണ്ഡിതൻ, അതുപോലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ സ്ഥിരബുദ്ധിയുള്ള ആള്, സ്ഥിതപ്രജ്ഞൻ, ഇതെല്ലാം നമുക്ക് ഏകദേശം ഒരു കാറ്റഗറിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അല്ലേ. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്താണ് പറ്റുന്നത്? ആത്മാർത്ഥതയുള്ള ഒരാൾ പ്രവർത്തന നിരതമായ ഇന്ദ്രിയങ്ങളെ മനസ്സിനാൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആസക്തി കൂടാതെ
കൃഷ്ണാവബോധപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാളാണ് അത്യുത്തമൻ. നമ്മൾ കണ്ടു മനസ്സിനാൽ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ ഇന്ദ്രിയങ്ങളെ. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് നമ്മളെ 5 ഗേറ്റ് വേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ 6ാം ഇന്ദ്രിയമായ മനസ്സിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത് അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ശ്ലോകം ഹരിനാമ കീർത്തനത്തിൽ പറയുന്ന എപ്പോഴും ആവർത്തിക്കുന്നതോടെ പറഞ്ഞേക്കാം. അർക്കാനലാതി വെളിവൊക്കെ വിലസുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണാ ഇടുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമാം. അർക്കൻ അനലൻ ആദിയായിട്ടുള്ള നമ്മുടെ ഈ ചുറ്റോട് ചുറ്റും കാണുന്ന നമ്മളെ പ്രകൃതി എല്ലാം കാണുന്ന ഒരു കണ്ണുണ്ടല്ലേ? നമ്മൾ വിചാരിക്കുന്നു ഈ കണ്ണാണ് കാണുന്നതെന്നല്ലേ? പക്ഷെ ആ കണ്ണിനെ കാണിക്കുന്ന ആരാണ്? കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ്, മനസ്സാകുന്ന കണ്ണുകൊണ്ടാണ് ഈ കണ്ണിൽ കൂടെ നമ്മൾ കാണുന്നത് അല്ലേ? നമ്മൾ ഈ കണ്ണ് തുറന്നിരുന്നു കഴിഞ്ഞാലും നമ്മൾ പലതും കാണുന്നില്ല. കാര്യം അതിൻ്റെ അർത്ഥം എന്താണ്? മനസ്സ് ഈ കണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ കാണൂ. നമ്മുടെ മുൻപിൽ കൂടെ ചിലപ്പോൾ ചിലർ പോകുന്നു വരുന്നു, ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും വിചാരത്തിൽ മനസ്സ് വേറെ സ്ഥലത്താണെങ്കിൽ എത്ര കണ്ണ് തുറന്ന് ഇങ്ങനെ പിടിച്ചു നിന്നിരുന്നാൽ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഇതെന്താ ദിവാസ്വപ്നത്തിൽ ഇരിക്കുന്നോ? കണ്ണ് തുറന്നിരിക്കുന്ന ചില ആൾക്കാരോട് നമ്മൾ ചോദിക്കും, ഞാനിവിടെ എത്തി, നിങ്ങളിത് കണ്ടില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ? അപ്പോൾ അങ്ങനെ കണ്ണിനെ കൊണ്ട് കാണിക്കുന്നു. ഈ പുറമേയുള്ള നമ്മുടെ ഇന്ദ്രിയമായ ഈ കണ്ണിനെ കൊണ്ട് മനസ്സാണ് കാണിക്കുന്നത്. ഈ മനസ്സിനെ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിന് അതിനും കണ്ണായിടുന്ന പൊരുൾ താനം നുറയ്ക്കും അളവ് ആനന്ദമെന്ത് ഹരിനാരായണായ നമഃ. അതിനും കണ്ണായിടുന്ന പൊരുൾ ഈ മനസ്സിനെ കൊണ്ട് ആരാണ് കാണിക്കുന്നത്? മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ സൂക്ഷ്മ ശരീരത്തിന്റെ കൂടെയുള്ള സംഭവങ്ങളല്ലേ? ഈ മനസ്സിനെ കാണിക്കുന്നത് എന്താണ്? അതിൻ്റെ ഉള്ളിലിരിക്കുന്ന പൊരുളാണ് അല്ലേ? അതുള്ളത് കൊണ്ടാണ് ഈ മനസ്സിന് കാണാനായിട്ട് സാധിക്കുന്നത്. ആ പൊരുൾ ആരാണ്? പരമാനന്ദ സ്വരൂപനായ സച്ചിദാനന്ദ വിഗ്രഹനായ ഭഗവാൻ പരമാത്മാവായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അംശമായ ആത്മാവ് ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ അംശം സ്വാംശമായിട്ടുള്ള ആത്മാവ് ഇരിക്കുന്നു. ഇവരുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഇതുപോലെ പ്രവൃത്തി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മനസ്സിനെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ മനസ്സിനാൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. കാര്യം നമ്മൾ മനസ്സിന് അടിമയാണ് പലപ്പോഴും അല്ലേ? അർജുനൻ പോലും പറഞ്ഞിട്ടുണ്ട്, എന്നെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ കഴിയും ഒരു അധ്യായത്തിൽ പറയുന്നുണ്ടല്ലേ? ഭഗവാനെ, എനിക്ക് എൻ്റെ വായുവിനെ ഞാൻ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും, പക്ഷെ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വളരെ ദുഷ്കരമാണ് എന്ന് അർജുനൻ പറയുന്നുണ്ട്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ഇപ്പോൾ ഉള്ള കലിയുഗത്തിലുള്ള കുട്ടികളെയൊക്കെ നമുക്ക് കാണാം അല്ലേ? നമുക്ക് കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ആ കുട്ടികളെയൊക്കെ എന്താണ്, മനസ്സിന് തൻ്റെ ഇടയില്ല. അവരൊക്കെ എന്താണ്, അങ്ങ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവമാണ് അല്ലേ? കുട്ടികൾ അവർ ഏത് സമയവും ഈ വീഡിയോയും അതും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, മൊബൈലും ഒക്കെ നോക്കി ഇതും കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയി കയറെടുക്കുക, അല്ലെങ്കിൽ എന്താണ് മയക്കുമരുന്നിന് അടിമയാകുക, ഡിപ്രഷൻ. ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മനസ്സിന്റെ ശാസ്ത്രമായ ഭഗവത്ഗീത അവർ പഠിക്കാത്തത് കൊണ്ടാണ് അല്ലേ? നമ്മളെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും? മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്, വളരെ ദുഷ്കരമാണ്. പക്ഷെ എന്നിൽ മനസ്സുറപ്പിച്ച ആൾക്കാർക്ക് അത് വളരെയധികം ഈസിയാണ്. ഭഗവാനിലേക്ക് സർവ്വതും സമർപ്പിച്ച ആൾക്കാർക്ക്, നമ്മളുടെ മനസ്സ്, ബുദ്ധി, ഇതെല്ലാം തന്നെ ഭഗവാനിലേക്ക് അർപ്പിച്ച ആൾക്കാർക്ക് ഈ മനസ്സിനെ വളരെ ഈസി ആയിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യവും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ആസക്തി കൂടാതെ, നമ്മുടെ ഈ ആസക്തിയാണ് എല്ലാത്തിനും കാരണം അല്ലേ? നമുക്ക് അതുപോലെ നമ്മളുടെ പൂന്താൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 10 കിട്ടുകിൽ 100 മതി എന്നും, ശതമാകിൽ സഹസ്രം മതി എന്നും, 1000 പണം കയ്യിലുണ്ടാകും ആയുധമാകിലും ആയുധം അല്ല, ആയുധം 10,000. അങ്ങനെ 10 കിട്ടി 100 കിട്ടി, അങ്ങനെ പെരുക്കി നമുക്കത് കൂടുതൽ കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആസക്തി കാരണം നമ്മൾക്ക് എന്താണ് സാധിക്കുന്നത്? നമുക്ക് ഈ മനസ്സിനെ അടക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെ? മനസ്സിന്റെ ആഴം നമുക്ക് അളക്കാനായിട്ട് സാധിക്കില്ല. അത്രമാത്രം അഗാധതയാണ് അല്ലേ? അപ്പം നമ്മൾ കാണാം, ഒരു സ്ത്രീകളുടെ മനസ്സിനെ ഒരിക്കലും നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ? അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ടല്ലോ, അത് ഭയങ്കര സമുദ്രത്തിനേക്കാളും ഉള്ള ആഴമാണെന്നല്ലേ? ഒരാൾക്കും ആ മനസ്സ് എന്താണെന്ന് അറിയാനായിട്ട് പറ്റത്തില്ല. നമ്മൾ പുറമെ കാണുന്നതല്ല. പുറമെ നല്ല നീല കളർ കാണും, പക്ഷെ എന്താണ്, അകത്തേക്ക് പോകുമ്പോഴത്തേനും ഭയങ്കര അഗാധ ഗർത്തങ്ങളാണ് സമുദ്രം എന്ന് പറഞ്ഞ പോലെ
ആണ് നമ്മൾ പറയുന്നത്. ഇന്നലെ നമ്മൾ രാമായണം വായിച്ചപ്പോൾ എന്താണ്, കാരണം നിങ്ങൾ മാതാജിമാരെല്ലാവർക്കും എന്നോട് ദേഷ്യം തോന്നരുത്. ശ്രീരാമചന്ദ്രൻ ഭഗവാൻ പറഞ്ഞാണ്. രതിദേവി മാതാജിയും വേറൊരാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സിൽ. ആരായിരുന്നു? പത്മ മാതാജി. എന്താണ് ആ മാതാജിക്ക് ആ ഒരു ലൈൻ ഓർമ്മയുണ്ടോ? ലൈൻ മറന്നുപോയി. ഇതായിട്ട് പറയാം, ദുഷ്ടചിന്താഗതിയാണ്, ദുഷ്ടമാനസയായ പെണ്ണുങ്ങൾ പറയുന്ന വാക്കുകൾ കേട്ടോണ്ട് വാക്ക് ഒന്നിനും കേട്ടോണ്ട് എടുത്തു ചാടരുത്. പറയുന്നല്ലേ? ഒന്നിനും എടുത്തു ചാടരുത്. ദോഷമാരുടെ അവരുടെ പിന്നെ വാക്കുകളെ വിശ്വസിക്കരുത്. ദോഷമാരുടെ വാക്ക് കേട്ടിട്ട് ദുഷ്ട പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ദോഷമേ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ക്ലാസ് ദോഷം ഒപ്പിച്ചിട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം എന്താണ്? ചിത്തം നാരികൾക്കത്രയെന്നാണ് ക്രൂരചിത്തം. പറയുന്നത്. ക്രൂരചിത്തം അല്ലേ? അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുരുഷന്മാരുടെ മനസ്സ് അത്ര നല്ലതല്ല, പക്ഷെ അവരുടെ ഒന്നുകൂടെ കൂടി എന്താണ് ക്രൂരചിത്തമാണെന്നാണ് ഈവൻ രാമായണത്തിലും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൽ ഈ ഒരു മനസ്സിനെ ഒരർത്ഥവും കൂടെ പറഞ്ഞിട്ടുണ്ട് പ്രഭുജി. ക്രൂരചിത്തത്തിന് വേറെ അർത്ഥം അതിനകത്ത് പറഞ്ഞത് ചഞ്ചല ചിത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ചഞ്ചല ചിത്തമാണ്. അങ്ങനെയാണ്, അങ്ങനെ ഒരു അർത്ഥം അതിൽ പറഞ്ഞിട്ടുണ്ട്. ചഞ്ചല ചിത്തയായ സ്ത്രീയുടെ വാക്കുകൾ കേൾക്കരുതെന്ന്. അതെ. അപ്പൊ അതുകൊണ്ട് അവരുടെ എന്താണ് വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു സന്ദർഭം ഇത് വന്നത്. ഈ ഒരു സന്ദർഭത്തിൽ അപ്ലിക്കബിൾ അല്ല. ഞാൻ ഇന്നലെ എടുത്തത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ആരും ഇനി സത്സംഗത്തിൽ കയറാതിരിക്കരുത്. ഞാനത് പറയാന്ന് വെച്ചു. അതിൽ തന്നെ മഹർഷി അത് തിരിച്ചു ഒന്നുകൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. തിരിച്ചിട്ട് പിന്നെ ലക്ഷ്മണനോട് സീത തിരിച്ച് അത് തന്നെത്താൻ പറയുന്നുണ്ട്. അന്നത്തെ മാനസികാവസ്ഥയിൽ ഞാൻ പറഞ്ഞു പോയതാന്ന്, എന്നോട് ക്ഷമിക്കണേന്ന്. അതെ അതെ. നമ്മൾ ആ രഥത്തെ പോകുന്ന സമയത്ത് സീതാദേവി പറയുന്നുണ്ട്, ലക്ഷ്മണന്റെ വാക്ക് ഞാൻ കേൾക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ ആസക്തി കൂടാതെ കൃഷ്ണാവബോധപരമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അത്യുത്തമനായ വ്യക്തിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ആസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല, അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ്, മിക്കവാറും ഈ ഗൾഫിലൊക്കെ വന്നിരിക്കുന്ന പ്രശാന്ത് പ്രഭുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും വ്യക്തമായിട്ട്. രോഹിണി മാതാജിക്ക് അറിയാനായിട്ട് പറ്റും. ഇവിടെ വന്നിരിക്കുന്ന പല ആൾക്കാരും 5 വർഷത്തേക്കില്ല, 1 വർഷത്തേക്ക് വന്ന് കുറച്ച് പൈസയും സമ്പാദിച്ചിട്ട് നാട്ടിൽ പോയി സെറ്റിൽ ആകാനായിട്ട് വന്ന ആൾക്കാരൊക്കെയാണ്. അത്യാവശ്യം എന്താണ്, ചിലർക്ക് ഒരു വീട് പണിയുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങളായിട്ട് വന്ന് 1 വർഷം ജോലി ചെയ്തിട്ട് നാട്ടിൽ പോയി സെറ്റിൽ ആകാനായിട്ട്. എനിക്ക് ഇത്രയും വർഷമായിട്ട് എനിക്ക് സെറ്റിൽ ആകാനായിട്ട് പറ്റിയത് വരെ. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴത്തേന് അതുപോലെ ഇനി മോൻ്റെ പഠിത്തം, അത് കഴിഞ്ഞിട്ട് ഒരു വീട്, അല്ലെങ്കിൽ ഈ വീട് കഴിഞ്ഞിട്ട് അടുത്തത്, അതിൻ്റെ അടുത്തത്, ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഒരിക്കലും സെറ്റിൽ ആകാനായിട്ട് പറ്റുന്നേ ഇല്ലല്ലേ? നമ്മൾ ഈ പ്രസംഗിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഈ ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകുന്നത്, അല്ലേ? നാട്ടിൽ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് നാട്ടിൽ സെറ്റിൽ ആകാണ്ട് പറ്റുന്നില്ല എന്നുള്ളത് വീണ്ടും നമുക്ക് വിചിന്തനം ചെയ്യേണ്ടി വരുന്നുണ്ട്. മാതാജി നാട്ടിൽ സെറ്റിൽ ആയതുകൊണ്ട് മാതാജിയോട് ഞാൻ ചോദിക്കുന്നില്ല. മാതാജി, ഹരേ കൃഷ്ണ. മാതാജി കേൾക്കുന്നുണ്ടോ? മാതാജി സന്ദർഭത്തിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഇത് ആസക്തി നമ്മളിൽ ഇങ്ങനെ വളരെയധികം നമ്മളെ ഇങ്ങനെ പിടിച്ച് നമ്മളെ വലിക്കുകയാണ് പുറകോട്ട്. നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നമ്മളുടെ ആസക്തി നമ്മളെ പലതിനും തടയിട്ടുകൊണ്ട് നിർത്തിയിരിക്കും. ഈ ആസക്തി നമ്മളെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനിലേക്ക് ആ ആസക്തി തിരിച്ചുവിടണം. നമ്മൾ കൃഷ്ണാവബോധപരമായ കർമ്മങ്ങൾ ചെയ്ത്, കർമ്മങ്ങൾ എന്താണ്? സേവയാകാം. ഏത് തരത്തിലുള്ള സേവയാണ്? കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു ഏതൊക്കെ രീതിയിൽ നമുക്ക് മനസ്സാ വാച കർമ്മണ ചെയ്യും, അല്ലേ? നമ്മൾക്കിപ്പോൾ സേവകൾ പല കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ പ്രഭു പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ശുദ്ധ മനസ്സ്, അല്ലെങ്കിൽ ഉറച്ച വിശ്വാസം, ആ ഉറച്ച വിശ്വാസം നമ്മളെ പോലുള്ള ആൾക്കാർക്ക് അങ്ങനെ വരുന്നില്ല. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചിലർ കഥയാണ്, അല്ലേ? ചിലരൊക്കെ പറയുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്, ഇതെല്ലാം കെട്ടുകഥകളാണ് നിങ്ങളുടെ പുരാണങ്ങളും എല്ലാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിമർശിക്കുന്നവരുണ്ട്. നമുക്ക് ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനങ്ങളൊക്കെ വളരെ ഗോപ്യമായിട്ട്, രഹസ്യമായിട്ടല്ലേ? ഇത് ആണ് മുക്തിമാർഗം എന്ന് പുറമെ പബ്ലിക്കായിട്ടൊന്നും എഴുതി വെച്ചിട്ടില്ല. ഹരിനാമം ജപിച്ചു കഴിഞ്ഞാൽ മുക്തി കിട്ടും, ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ മുക്തി കിട്ടും, ഭഗവത്ഗീത പഠിച്ച് ആചരിച്ചു കഴിഞ്ഞാൽ, ഇതൊന്നും പുറമേ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് രഹസ്യങ്ങളായിട്ട്, അല്ലെങ്കിൽ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ശാസ്ത്ര സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രഹസ്യമായി ചെവി പറയാവുന്ന കാര്യങ്ങൾ ആ ഒരു രീതിയിലല്ല രഹസ്യം എന്ന് പറയുന്നത്. നമുക്ക് പുറമേ അങ്ങനെ വെളിവാക്കി വെച്ചിട്ടില്ല. കാര്യം വളരെ ഈസി ആയിട്ടുള്ള മാർഗമാണ്.
പക്ഷെ ഇത് സാധാരണക്കാർക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് നമ്മൾ സേവ, എന്ത് തരത്തിലുള്ള സേവ ചെയ്യും? അപ്പം നമുക്ക് ഈ പ്രഭു പറഞ്ഞ ആ ഒരു വിശ്വാസം നമ്മളിലേക്ക് എത്തിച്ചേരാണ്ട് നമുക്കൊരു ആചാര്യൻ്റെ സഹായം നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഒരു സത്സംഗത്തിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഒരാൾക്കും ആ ഒരു ഭക്തിയിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു വിശ്വാസം, ഉറച്ച വിശ്വാസമൊക്കെ ഇപ്പോഴും ഞാൻ അറിയാമല്ലോ, നിങ്ങൾക്കൊരു ഒരു ഗ്രൂപ്പുണ്ട് ഇവിടെ, KKD കേരളം എന്ന് പറഞ്ഞിട്ടുള്ള. നിങ്ങളാരും അതിലില്ല, പക്ഷെ ഞാൻ അതിലിടുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഞാൻ നിങ്ങൾക്ക് അവിടെ ഗ്രൂപ്പിൽ പ്രേമവൃന്ദാവനത്തിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അയക്കുന്നു. അപ്പോൾ അതിലെ ചോദ്യം ചോദിച്ചാൽ 90% ചോദ്യങ്ങൾ ഞാനാണ് എൻ്റെ അത് ചോദിച്ചിരിക്കുന്നത്. ഒന്നുകിൽ എൻ്റെ മനസ്സിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ അൺക്ലിയർ ആയിട്ടുള്ള, ഗുരുപ്രഭുവിനോടൊക്കെ ചോദിച്ചിട്ടും വ്യക്തത ഇല്ലാത്ത പല കാര്യങ്ങളും, പിന്നെ അല്ലാതെ എന്നോട് ചിലർ ചോദിച്ചിട്ട് എനിക്ക് ശരിയായിട്ടൊരു ആൻസർ പറയാൻ പറ്റാത്ത ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് അതിൻ്റെ അത് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അത് ഞാനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ലാസ്റ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രഭു എനിക്കിട്ടപ്പോൾ കുറേ പേരെന്നെ വിളിച്ചു പറഞ്ഞു, പ്രഭു ഇനി ഇങ്ങനത്തെ പൊട്ടച്ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, പക്ഷെ നിങ്ങൾ വളരെ കുറച്ച് പേരെ ഉള്ളായിരുന്ന കാരണം, ഇന്ന് കുറച്ച് പേര് കയറിയിട്ടുള്ള കാരണം ഞാൻ ഒന്നുകൂടെ അത് ഷെയർ ചെയ്യാം. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ ഭഗവാനെ പറ്റി കുറച്ച് വിമർശനാത്മകമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. നമുക്കറിയാമല്ലോ, ഭഗവാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഭക്തന്മാർക്കല്ലാതെ, നമ്മൾ രാമായണത്തിൽ ഒരു 100 തവണ നമ്മൾ വായിച്ചതാണ്, ഭക്തന്മാർക്കല്ലാതെ എന്നെപ്പറ്റിയുള്ള കാര്യങ്ങൾ വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ പറ്റി നമ്മൾ നിരൂപിക്കാനായിട്ട് പോവുകയാണ് അല്ലേ. ഭഗവാൻ ചെയ്തിട്ടുള്ള കുറേ അധർമ്മങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ആ അധർമ്മങ്ങളെല്ലാം ഞാൻ സീതാമാതാവിനെ കാട്ടിൽ ഉപേക്ഷിച്ചു, അതുപോലെ തന്നെ മരത്തിനൊളിഞ്ഞു നിരുന്ന് ബാലിയെ വധിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പ്രഭുവിന് പോസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ബ്രഹ്മാസ്ത്രം ചെയ്ത് ഇന്ദ്രജിത്തിനെ വധിച്ചു, അതുപോലെ നമ്മളുടെ ഈ ദ്രോണരെ ചതുവിൽ കൂടെ വധിച്ചു, ഭീഷ്മാചാര്യരെ നമ്മുടെ ശിഖണ്ഡിയ സ്ത്രീയെ മുൻനിർത്തി വധിച്ചു, ഇദ്ദേഹത്തിന്റെ കർണന്റെ രഥം താഴ്ത്തി, എന്നിട്ട് കർണനെ ആയുധമില്ലാത്ത സമയത്ത് അസ്ത്രം ചെയ്ത് വധിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പ്രഭുവിനോട് ചോദിച്ച ചോദ്യം, ധർമ്മസ്തു സാക്ഷാത് ഭഗവത് പ്രണീത് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എന്തിഷ്ടമാകുന്നു അതാണ് ധർമ്മം അല്ലേ. ഈ ധർമ്മം ആരാണ് രചിച്ചത്, ഉണ്ടാക്കിയത്? ഭഗവാനാണ് അല്ലേ. ഭഗവാൻ പറയുന്ന എന്തോ അതാണ് ധർമ്മം. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാനപ്പം എന്ത് ചെയ്തു, പ്രഭു ഈ മറുപടി എന്നോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു സൂത്രം പ്രയോഗിച്ചു. ഇതാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഉത്തരം കാണും. പ്രഭു അതിന് ഓരോന്നിനും ഉത്തരം തന്നിട്ടുണ്ട്. അപ്പോൾ പ്രഭു ആദ്യം തന്നെ എനിക്കിട്ട് നല്ലൊരു അടി തന്നു. പല ഡിവോട്ടീസ് ഇവിടെ ഖത്തറിലുള്ളവരെന്നെ വിളിച്ചു, പ്രഭു ഇനി നല്ല അടി കിട്ടാൻ വേണ്ടിയിട്ട് പ്രഭു ഇനി ഇങ്ങനത്തെ ചോദ്യം ചോദിക്കരുത്. ഞാൻ പറഞ്ഞു, കിട്ടിയാലും കുഴപ്പമില്ല, ഞാൻ നന്നാകല്ലേ ഉള്ളൂ നല്ലൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ. അപ്പം അതിനകത്ത് പ്രഭു ആദ്യം മറുപടി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ വഴിയെ പോകുന്ന ചാവാലിപ്പട്ടികളില്ലേ, കില്ലപ്പട്ടികൾ, അവര് ഈ സൂര്യൻ ഉദിച്ച് കഴിയുമ്പം സൂര്യനെ നോക്കി ചിലപ്പം കുരയ്ക്കും, ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്ന കാണുമ്പോൾ അല്ലേ. അപ്പൊ അതുകൊണ്ട് സൂര്യബിംബത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഈ പട്ടി കുറച്ച് കഴിഞ്ഞാൽ അത് പേടിച്ചൊളിച്ചിരിക്കുവോ, പോകുമോ? അതിന്റെ പ്രഭയിൽ എന്തെങ്കിലും കുറവ് വരുമോ? അങ്ങനെ ഒന്നും ഇല്ലല്ലോ. എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറയുന്ന ആൾക്കാര് ഭഗവാനെ കമ്പയർ ചെയ്യുന്നതും ഭഗവാനെ പറ്റി നിരൂപിക്കാണ്ട് വരുന്നതും അല്ലേ. അപ്പൊ അത് നമ്മൾ പ്രത്യേകം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്, ഭഗവാനെ പറ്റി നിരൂപിക്കാൻ. കാര്യം നമുക്ക് ഭഗവാനെ പറ്റി പറയേണ്ട യാതൊരു ഇതുമില്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ ഈ പറയുന്ന ഭക്തി മാർഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും? അതിന് ഒരുപാട് വഴികൾ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ നവവിധ ഭക്തിയെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് നവവിധ ഭക്തി? ശ്രവണം, കീർത്തനം, കീർത്തനം, സ്മരണം, പാദസേവനം, ദാസ്യം, വന്ധ്യം, സ്മരണം, ശ്രവണം, ദാസ്യം, വന്ദനം, സാഖ്യം, ദാസ്യം, ആത്മനിവേദനം. അപ്പം ഇങ്ങനെ ഹനുമാൻ സ്വാമി ദാസ്യഭാവത്തിലായിരുന്നു അല്ലെ. നമുക്കറിയാം അല്ലെ, ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഭഗവാനെ സർവീസ് ചെയ്യുക. എത്രയെത്ര എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പൊ ഭഗവാന് ഈ ഏതെങ്കിലും ഒരു രീതിയിൽ കൂടെ നമുക്ക് സർവീസ് ചെയ്യാം അല്ലെ. നമുക്കിപ്പോ നമ്മൾ സത്സംഗത്തിൽ കയറുന്നുണ്ട്, നമ്മൾ നാമം ജപിക്കുന്നുണ്ട്, രാമായണം വായിക്കുന്നുണ്ട്, ഭാഗവതത്തിന്റെ ക്ലാസ്സിൽ
പിന്നെ ഭഗവത്ഗീത കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഭഗവാൻ അർപ്പിച്ച നിവേദ്യം കഴിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്ന സേവയല്ലേ. അതുപോലെ തന്നെ കൃഷ്ണഭക്തരെ നമ്മൾ സഹായിക്കുന്നുണ്ട്. കൃഷ്ണഭക്തര് ഉയർന്ന വൈഷ്ണവരൊക്കെ വരുമ്പോൾ നമ്മൾ അവർക്ക് സേവ ചെയ്യുന്നുണ്ട് അല്ലേ. അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഏത് രീതിയിലായാലും നമ്മൾ എന്താണ്, നമ്മൾ ഭഗവാനെ അസോസിയേറ്റ് ചെയ്ത് ഭഗവാനെ പ്ലീസ് ചെയ്യാനായിട്ടുള്ള ഏത് മാർഗങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും, ചിലർ ഒരു മാർഗമായിരിക്കും, ചിലർ മൾട്ടിപ്പിൾ ആണെങ്കിൽ, നമ്മൾ ഈ കർമ്മനിരതരായി, കർമ്മയോഗമാണ് നമ്മൾ പഠിക്കുന്നത്, കർമ്മനിരതരായി നമ്മൾ ഓരോരോ സേവ ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്ന് കഴിഞ്ഞ് ഈ കർമ്മത്തിൽ കൂടെ ഭഗവാൻ എന്ത് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എന്താണ് ചെയ്യുന്നത്, നമ്മളുടെ സേവയിൽ ഭഗവാന് എന്താണ് താല്പര്യം ഉണ്ടായി. നമ്മൾ ഇത്രയും നാൾ സേവ ചെയ്തു കണ്ടിന്യൂസ്ലി, ആരെങ്കിലും പറഞ്ഞോ നിർബന്ധിച്ചോ അല്ലാതെയോ നമ്മൾ കണ്ടല്ലോ അല്ലേ, നമ്മൾ ജ്ഞാനപാനയിൽ കണ്ടല്ലോ അല്ലേ. എങ്ങനെയെങ്കിലും നിങ്ങൾ നാമം ജപിക്കുന്ന ആ ലൈൻ ആർക്കാ പാടാൻ പറ്റുന്നത്? എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ജ്ഞാനപാനയില് രാധിക മാതാജിക്ക് പാടിയായിരുന്നത് അല്ലേ. ആർക്ക് വേണ്ടിയാണ്? മറ്റൊരുത്തർക്ക് വേണ്ടിയെങ്കിലാണെങ്കിലും, അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും അറിയാതെ ഉറക്കത്തിലോ സ്വപ്നത്തിലോ മറ്റുള്ളവരെ വിദ്വേഷിപ്പിക്കുന്ന രീതിയിലോ എങ്കിലും ഭഗവാന്റെ നാമം ഒന്ന് ചെല്ലുവാണെങ്കിൽ തന്നെ അത് അത്രയ്ക്ക് മഹിമയാണ്. നമ്മൾ കണ്ടു, ഒരുപാട് എക്സാമ്പിൾസ് കണ്ടു ഭഗവാന്റെ നാമ മഹിമ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റു പല ഭക്തിവിധ സേവനങ്ങളും, നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് തന്നെ ഭഗവാനെ പറ്റി ഈ ശ്രവിക്കുമ്പോൾ, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, നാഹം വസതി വൈകുണ്ഠ, ഞാൻ വൈകുണ്ഠത്തിലല്ല വസിക്കുന്നത്. പ്രഭു മുമ്പേ ഇത് പറഞ്ഞു അല്ലേ. വൈകുണ്ഠത്തിൽ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠത്തിൽ ഭഗവാൻ ഉണ്ടെങ്കിലും ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പറ്റി എവിടെ ചർച്ച ചെയ്യും. ഞാൻ യോഗികളുടെ ഹൃദയത്തിലില്ല. യോഗികൾ എത്രയോ ആയിരക്കണക്കിന് വർഷമാണ് അവരെന്താ മെഡിറ്റേറ്റ് ചെയ്ത് ശ്വാസത്തെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് എന്ത് ചെയ്ത് അവർ പരമാത്മാവിനെ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലേ. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ഭഗവാൻ എന്ത് പ്രത്യക്ഷപ്പെടാനായിട്ട് ഭഗവാൻ വലിയ പുള്ളിയാണ്. ഭഗവാൻ അങ്ങനെയുള്ള ഇതൊന്നും അടുക്കില്ല. ഭഗവാൻ കള്ളത്തരത്തിന്റെ രാജാവാണ് താനും അല്ലേ. അങ്ങനെയുള്ളവരുടെ അടുക്കലൊന്നും ഭഗവാൻ അടുക്കുന്നില്ല. പക്ഷെ എവിടെ എൻ്റെ ഭക്തര് എന്നെപ്പറ്റി ചർച്ച ചെയ്യുന്നു, എന്നെപ്പറ്റി കാര്യം എന്താണ്, ഭഗവാൻ സ്തോത്രപ്രിയനാണ്. ഭഗവാൻ സ്തോത്രപ്രിയനാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ പറ്റി ആര് ഗ്ലോറിഫൈ ചെയ്യുന്നോ, എവിടെ ചർച്ച ചെയ്യുന്നു, അവിടെ വന്നിരുന്നിട്ട് അവരുടെ പാപ കർമ്മങ്ങളൊക്കെ തന്നെ ഭഗവാൻ എടുത്തു കളയാണ്. ഭഗവാന്റെ ഈ ലീലയുടെ മാധുര്യം അത്രയ്ക്കുണ്ട്. ഭഗവാന്റെ ഈ ലീല ശ്രവണം എന്ന് പറയുന്നതിന് നമ്മളുടെ മനസ്സിലെ മാലിന്യങ്ങളെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഭഗവാനെ പറ്റി നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും, എത്ര പറഞ്ഞു ആവർത്തന വിരസത ഉണ്ടാകത്തേയില്ല. ഭഗവാന്റെ ലീല ശ്രവണങ്ങൾ എത്ര പറഞ്ഞു അത്രയ്ക്ക് മധുരമാണ് അല്ലേ. വീണ്ടും 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 കേട്ടിരിക്കുക. ഭഗവാന്റെ ലീലയില് നമുക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും. നമുക്ക് പ്രഭുജി പറഞ്ഞ മുമ്പേ, പ്രഭുജി വൃന്ദാവനത്തിൽ പോയെന്ന്. ഞാൻ ഈ മാതാജിമാരൊക്കെ പലരും എൻ്റെ കൂടെ വൃന്ദാവനത്തിൽ വന്നവരാണ്. അങ്ങനെയാണ് ഈ പ്രേമവൃന്ദാവന സത്സംഗം തുടങ്ങിയത് എന്ന് പറഞ്ഞ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ 2 പ്രാവശ്യം കൂടെ വൃന്ദാവനത്തിൽ പോയി, ജഗന്നാഥപുരി പോയി, മായാപൂര് പോയി, ഇവിടെയൊക്കെ പോയി അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ വൃന്ദാവനത്തിൽ പോകുമ്പോൾ ഈ വൃന്ദാവനത്തെ എങ്ങനെ നമ്മുടെ വീട്ടിലെ അല്ലെ നമ്മുടെ ശരീരത്ത് ഈ വൃന്ദാവനത്തെ വരുത്താനായിട്ട് സാധിക്കും. ഞാൻ പലതവണ പറഞ്ഞ ടെക്നിക്കാണല്ലേ. അപ്പൊ എങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ വൃന്ദാവനത്തിൽ ഇരുന്നും അങ്ങനെ ചെയ്യുന്നു, ചിലർ നമ്മുടെ വീട്ടിലിരുന്നും വൃന്ദാവനത്തെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നു. എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്നു? വൃന്ദാവനത്തിൽ എന്താണ് നടന്നത്? കാര്യം ജഗന്നാഥപുരിയിലെ ഭഗവാൻ എന്താണ് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നിരുന്നിട്ട് ആ ഒരു വിപ്രലംബ ഭാവത്തിലിരിക്കുന്ന കാര്യം എന്താണ്? അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് നോക്കുകയാണ് ഇന്നല്ലേ. വൃന്ദാവനത്തിലേക്ക് നോക്കുമ്പോൾ ഭഗവാൻ ഏറ്റവും ആനന്ദമായിട്ടിരിക്കുന്ന സ്ഥലമാണ്, ഏറ്റവും ആനന്ദമായിട്ടിരിക്കുന്ന ആ ഒരു സമയമാണ് വൃന്ദാവനത്തിലേക്ക് നോക്കുക എന്ന് പറയുന്നത് അല്ലേ. അത് അത്ര നിസ്സാരമല്ലല്ലേ. അത്രയ്ക്ക് മെർസിയാണ് ഭഗവാൻ വൃന്ദാവനത്തിൽ. കാര്യം എന്താണ്? ഭഗവാന്റെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഡിവോട്ടീസ് അവിടെ ഉണ്ട്. ആരാണ്? ഗോപികമാരല്ലേ. ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഡിവോട്ടീസ്. നമ്മൾ ഏത് ആചാര്യന്മാരോടോ ആരോടോ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്നത് എന്താണ്? വൃന്ദാവനത്തിൽ പോവുക, അവിടുത്തെ ഗോപികമാരുടെ പാദധൂളികൾ എടുത്ത് ശിരസിൽ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്തി ലതാപീതത്തിന് ഒരു ചെറിയ പൊടിയെങ്കിലും കിട്ടുമെന്നാണ് പറയുന്നത് അല്ലേ. നമുക്ക് എങ്ങനെ അപ്പൊ ഭഗവാൻ ഇങ്ങനെ ഈവൻ ദ്വാരകയിൽ ഇരുന്നാലും എവിടെ ഇരുന്നാലും ഭഗവാൻ എന്താണ്? വൃന്ദാവനത്തിലാണ് ഭഗവാന്റെ മനസ്സ് പണയം വെച്ചിട്ട് പോകുന്നത്. കാര്യം എന്താണ്? അവിടെയുള്ള ആ ഗോപികമാര് അല്ലെ,
ഗോപികമാരുടെ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോപികമാരുടെ അവരുടെ ഒരു കാര്യസാധ്യമല്ല. അവർക്ക് PhDയും അങ്ങനത്തെ യാതൊരു ഡിഗ്രി ഇല്ല. അവർക്ക് അറിയാവുന്നത് ഭഗവാനാണെന്നും അവർക്കറിയില്ല, അല്ലേ? അവർക്കിത് ഭഗവാനാണെന്നും അറിയത്തില്ല. ഭഗവാനാണെന്നുള്ള കാര്യം അവരിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ഇവരുടെ ഭക്തി എന്താണ്? ഭഗവാൻ എന്ത് ചെയ്തു? ആ വിരഹ താപം അങ്ങോട്ട് കൂട്ടിക്കൊടുത്തു, അല്ലേ? ആ വിരഹതാപത്തിന്റെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടല്ല. അത്രയ്ക്ക് വലിയ ആ ഒരു ടെമ്പറേച്ചറാണ് ആ വിരഹതാപത്തിന്റെ, അല്ലേ? ഭഗവാൻ അത്രയും നാൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ഭഗവാൻ അവിടുന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഉള്ള ആ വിരഹ മാധുര്യ പ്രേമ ഭക്തിയുടെ ആ ഒരു കാഠിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരിക്കാൻ പറ്റുന്നതിലേക്കാളൊക്കെ ഉപരിയാണ്, അല്ലേ? അപ്പം ആ ഗോപികമാരെന്താണ്? അവർക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, അവരാരെയും ഉപേക്ഷിക്കാൻ തയ്യാറാണ്, അല്ലേ? ഭഗവാൻ സന്തോഷമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ സ്റ്റോറി? ഇതുപോലെ തന്നെ ഭഗവാൻ ഒരു ദിവസം, ഭഗവാൻ എന്ത് ചെയ്താലും നമ്മൾ പറയാം ഭഗവാൻ ഡ്രാമ ചെയ്യുമായിരുന്നു, അഭിനയിക്കുമായിരുന്നു. കാര്യം ഇതെല്ലാം ലീലയാണല്ലേ. ഭഗവാൻ ഒരു ദിവസം എന്താണ് പനിയായിട്ട് അഭിനയിച്ചു. പനിയായിട്ട് അഭിനയിച്ച സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? മനസ്സിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഭഗവാന്റെ മനസ്സറിയാവുന്ന ഒരാളാണ് നാരദമുനി. ആ നാരദമുനി അവിടെ ദ്വാരകയിലെത്തി. ദ്വാരകയിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ആ ഭഗവാന് പനിയായാലും ഇവിടെ ആരും ചികിത്സിക്കാൻ ആരുമില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു വൈദ്യനെയൊക്കെ കൊണ്ടുവന്നു. വൈദ്യനെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആ വൈദ്യനെ കൊണ്ട് പറയിപ്പിച്ചു, എന്താണ്? ഭഗവാന്റെ ഈ അസുഖം മാറണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? നമ്മളുടെ ആരുടെയെങ്കിലും എന്താണ് പാദധൂളി, ഭഗവാന്റെ ഭക്തരായ പ്യുവർ ഡിവോട്ടീസിന്റെ എന്താണ് പാദധൂളി എടുത്തിട്ട് ഭഗവാന്റെ ശിരസിലും ഇവിടെയൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഭഗവാന്റെ അസുഖം മാറും. പക്ഷെ എന്താണ്, ഇവര് ഏകദേശം ഒരു 1,00,000-ൽ പരം വർഷം മറ്റു നരകയാതനകൾ അനുഭവിച്ച് ജീവിക്കേണ്ടി വരും. അവരുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പൊ ഇതിന് തയ്യാറുള്ള ആര് എങ്കിലും ഉണ്ടെങ്കിൽ, ഭഗവാന്റെ ഭക്തരായിട്ടുണ്ടെങ്കിൽ ഈ ഭഗവാന്റെ അസുഖം മാറും എന്നായിരുന്നു ഇതിന്റെ പ്രതിവിധി, വൈദ്യന്റെ വിധി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ റാണിമാരെല്ലാവരും ഇങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ അവരുടെ കാലിന്റെ അടിയിലുള്ള ധൂളി എടുത്തു കൊടുത്താൽ എങ്ങനെ ഞങ്ങളുടെ ഭർത്താവിന്റെ ഈ അസുഖം മാറ്റാനായിട്ട് ശിരസ് ഇത്രയും വലിയ കൊടിയ നരകത്തിൽ കഴിയേണ്ടി വരുമോ എന്ന് വിചാരിച്ച് അവരാരും ഇതിന് സമ്മതിച്ചില്ല. നേരെ നാരദമുനി എന്ത് ചെയ്തു? വൃന്ദാവനത്തിൽ ചെന്നു. അവിടെ നിന്ന് രാധാറാണി അടക്കമുള്ള ഗോപികമാരോട് പറഞ്ഞു ഈ കാര്യം. ഇന്നപോലെ ഒരു സംഭവം ഉണ്ട്. ഭഗവാന് അതികഠിനമായ അസുഖത്തില് ഇങ്ങനെ ആണ്ടിരിക്കുകയാണ്. അത് മാറണമെങ്കിൽ ഒരേ ഒരു കാര്യമുള്ളൂ, ഇങ്ങനെ ഭക്തരായിട്ടുള്ള ആൾക്കാരുടെ എന്താണ് ചെയ്യുന്നത്? പാദധൂളികൾ എടുത്ത് ശിരസിൽ പാദധൂളി ധരിക്കണം. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങൾ എന്താണ് ലക്ഷക്കണക്കിന് വർഷങ്ങള് കൊടിയ നരകത്തിൽ താമസിച്ച നരകയാതനകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നരകയാതനയോ? എൻ്റെ കൃഷ്ണൻ, ഞങ്ങളുടെ കൃഷ്ണൻ സുഖമായിട്ടിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. എത്ര വർഷം നീ ഈ ആജീവനാന്തകാലം അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങൾ നരകത്തിൽ കഴിയുന്നതിനും ഞങ്ങൾക്ക് യാതൊരു മടിയില്ല എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? സന്തോഷത്തോടു കൂടി പാദധൂളി എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ആ പാദധൂളികൾ വളരെ ഇഷ്ടത്തോടു കൂടി ഭഗവാൻ ധരിച്ചു. ഭഗവാന്റെ അസുഖങ്ങളെല്ലാം മാറി. അപ്പോൾ ഇത് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്, എന്താണ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഭക്തി ഡെവലപ്പ് ചെയ്യാം. നമ്മൾ വൃന്ദാവനത്തിൽ പോയിട്ടില്ലെങ്കിലും വൃന്ദാവനത്തിൽ നടന്നിരിക്കുന്ന ഓരോ ലീലകളും, ഭഗവാന്റെ ലീലകളെ ഇങ്ങനെ സ്മരിച്ച് നമ്മൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സ്മരണത്തിൽ കൂടെ ഈ ലീലകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് സദാ വൃന്ദാവനത്തിൽ വസിക്കാനായിട്ട് സാധിക്കും. 1 മണിക്കൂർ എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കിയെടുക്കാനായിട്ട് ഒരു അടച്ച മുറിയിൽ മൊബൈൽ ഓഫ് ചെയ്ത് ഓരോ ദിവസവും നിങ്ങൾക്ക് 1 മണിക്കൂറെങ്കിലും കിട്ടുന്നവര് ഈ പറയുന്ന ഭഗവാന്റെ വൃന്ദാവന ലീലകളിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാനുമായിട്ട് കൂടുതൽ എങ്ങനെ അടുക്കും എന്നുള്ളത് മനസ്സിലാകും. അല്ലാതെ നമ്മൾ ഈ ഭഗവാന്റെ ലീലകൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പറയുമ്പോഴത്തേനും ചിലർക്ക് ബോറാകും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലീലകളുടെ മാധുര്യം, അതിൻ്റെ ആ ഒരു പ്രേമം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്യന്തികമായിട്ടുള്ള ആ ഒരു പൊട്ടൻസിൻ്റെ അകത്ത് മധുരം നിറച്ചു വെച്ചിരിക്കുകയാണ്. അധരം മധുരം, വദനം മധുരം എന്ന് പറഞ്ഞ ഭഗവാനുമായിട്ട് സംബന്ധിച്ചിട്ട് എല്ലാം മധുരമാണ്. അപ്പം അതുകൊണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് അത്യുത്തമൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഭാവാർത്ഥം നമുക്ക് വായിക്കാം. ആരെയാണ് ഭാവാർത്ഥം? കൃഷ്ണകുമാരി മാതാജി. ഏഴിന്റെ അല്ലയോ പ്രഭു? ഏഴിന്റെ അല്ലയോ അതെ. ഭാവാർത്ഥ?
സ്വച്ഛന്ത ജീവിതത്തിൽ ഇന്ദ്രിയ സുഖാനുഭൂതികൾക്കും വേണ്ടി അതീന്ദ്രിയ ജ്ഞാനിയിൽ നടക്കുന്നതിനേക്കാൾ വളരെ നല്ലത് തന്റെ പ്രവൃത്തി ഉറച്ചു നിന്നുകൊണ്ട് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടുന്ന ജീവിതോദ്ദേശം നിറവേറ്റി ദൈവസാമ്രാജ്യം പോകുന്നതാണ്. പ്രധാന സ്വാർത്ഥഗതി വിഷ്ണുവിനെ പ്രാപിക്കലാണ്. ഈ ജീവിത ലക്ഷ്യപ്രാപ്തിക്ക് സഹായകമാണ് വർണ്ണാശ്രമ വ്യവസ്ഥ. കൃഷ്ണബോധപരമായ സേവന കർമ്മം കൊണ്ട് ഗൃഹസ്ഥന് ഈ പരമപദം പ്രാപിക്കാം. ഒരാൾക്ക് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശാസ്ത്രാനുസൃതമായ നിയന്ത്രിത ജീവിതം നയിക്കുകയും അങ്ങനെ അനാസക്തനായി പ്രവർത്തിച്ചുകൊണ്ട് പുരോഗമിക്കുകയുമാകാം. ഈ പദ്ധതി അനുസരിക്കാൻ ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ് പൊള്ളയായ ആത്മീയവാദം കൊണ്ട് നിഷ്കളങ്കരായ പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നവനേക്കാൾ ഭേദപ്പെട്ടവൻ. ധ്യാനാദികളെ ഒരു ജീവനോപായം മാത്രമേ കരുതുന്ന കപടവേഷധാരിയായ ഒരാളേക്കാൾ എത്രയോ നല്ലവനാണ് മനസ്സാക്ഷിയോട് തെരുവ് തൂക്കുന്ന ഒരു തൂപ്പുകാരൻ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. പ്രഭു പറഞ്ഞ ആ ഒരു കഥയില് ഉള്ള ഒരു സംഭവമാണ് ലാസ്റ്റ് പറഞ്ഞ് ശ്രീലപ്രഭാതർ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് ആത്മാർത്ഥതയോടുകൂടി തെരുവ് തൂക്കുന്ന ഒരു തൂപ്പുകാരൻ എത്രയോ ഭേദമാണ് എന്നാണ് ഇപ്പോഴത്തെ സോക്കോൾഡ് കപടം. ജ്ഞാനികളാണ്, ഗുരുക്കന്മാരാണെന്നൊക്കെ പറഞ്ഞു വരുന്ന കുറെ ആൾക്കാരെക്കാളൊക്കെ എത്രയോ ഭേദമാണെന്നാണ് ശ്രീലപ്രഭാതരിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രധാന സ്വാർത്ഥഗതി എന്ന് പറഞ്ഞ എന്താണ്? വിഷ്ണുവിനെ പ്രാപിക്കലാണ്. ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ജീവിത ലക്ഷ്യപ്രാപ്തിക്ക് സഹായകമാണ് വർണ്ണാശ്രമ വ്യവസ്ഥ. അപ്പോൾ നമ്മൾ ആണ് പഠിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ വർണ്ണാശ്രമ വ്യവസ്ഥ നമ്മൾ ഫോളോ ചെയ്യണം. ഓരോരുത്തർക്കും വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അങ്ങനെയല്ല നമ്മളപ്പം ഈ കലിയുഗത്തിലായതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഈ വർണ്ണ വ്യവസ്ഥയൊന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ലല്ലോ. എന്താണ് വർണ്ണാശ്രമ വ്യവസ്ഥ? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ. അപ്പം ബ്രാഹ്മണന്റെ ഡ്യൂട്ടി, ക്ഷത്രിയന്റെ ഡ്യൂട്ടി, വൈശ്യന്റെ ഡ്യൂട്ടി, ശൂദ്രന്റെ ഡ്യൂട്ടി. ശൂദ്രൻ. നമ്മൾ കലിയുഗത്തിൽ ഗുരുപ്രഭു എപ്പോഴും പറയുന്നുണ്ടല്ലോ, നമ്മൾ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സേവ ചെയ്യുന്നതുകൊണ്ട് ശൂദ്രനാണ്. പക്ഷെ ഒരു ശൂദ്രനും ചണ്ടാളനും വൈഷ്ണവന് ആയി മാറാനായിട്ടുള്ള ഓപ്ഷൻ കലിയുഗത്തിലുണ്ട്. മറ്റുള്ള യുഗങ്ങളിലെ പോലെ അല്ല. മറ്റുള്ള യുഗങ്ങളിലൊക്കെ അതാത് വർണ്ണത്തിൽ നിന്നുകൊണ്ട് വേണം അവന് ഡെവലപ്പ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ. ഉണ്ടെങ്കിലും വളരെ വിരളമാണ് അല്ലേ. കലിയുഗത്തിൽ നമ്മളെല്ലാവരും തന്നെ ശൂദ്രരാണെങ്കിൽ നമുക്കൊക്കെ തന്നെ ബ്രാഹ്മണരാകാം. നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് ബ്രാഹ്മണ ബന്ധുവിനെ അല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ബ്രാഹ്മണർ എന്ന് പറഞ്ഞ ഭഗവാനെ അറിഞ്ഞ, ബ്രഹ്മത്തെ അറിഞ്ഞ ആൾക്കാരെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ജന്മം കൊണ്ടല്ല ഒരിക്കലും ഒരാൾ ബ്രാഹ്മണനാകുന്നത്, കർമ്മം കൊണ്ടാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഒരു ഗൃഹസ്ഥന് കൃഷ്ണാവബോധപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഗൃഹസ്ഥനും എന്താണ്? പരമപദം പ്രാപിക്കാൻ. പരമപദം എന്ന് പറഞ്ഞ എന്താണ്? ഭഗവാന്റെ പദം, അല്ലെങ്കിൽ എന്താണ്? ആത്മലോകം പ്രാപിക്കാനായിട്ട് സാധിക്കും. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശാസ്ത്രാനുസൃതമായ നിയന്ത്രിത ജീവിതം നയിക്കുകയും അങ്ങനെ അനാസക്തനായി പ്രവർത്തിച്ചുകൊണ്ട് പുരോഗമിക്കുക. ആസക്തി ഇല്ലാതെ നമ്മൾ കർമ്മം ചെയ്യണം പരമപദ പ്രാപ്തിക്ക് വേണ്ടിയിട്ടല്ലേ. ആത്മസാക്ഷാത്കാരം കിട്ടാൻ വേണ്ടിയിട്ട് ശാസ്ത്രാനുസൃതമായ, അതായത് 4 വർണ്ണങ്ങള്, 4 ആശ്രമങ്ങള് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും നമ്മൾ ഫോളോ ചെയ്യണം എന്നല്ലേ. എന്താണ് 4 ആശ്രമങ്ങള്? നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിലും എടുത്താണ് 4 ആശ്രമങ്ങളെ പറ്റി. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. നമ്മള് അപ്പൊ ആ ഒരു രീതിയിലും നമ്മള് എന്ത് ചെയ്യണം? ഇങ്ങനെ ഈ വർണ്ണത്തിലും ധർമ്മത്തിലും ഉറച്ചു നിന്നുകൊണ്ട് നമ്മളുടെ കർമ്മമാർഗത്തിൽ നമ്മൾ പുരോഗതി ആർജിച്ചിട്ട് നമ്മൾ എന്താണ്? പരമപദ പ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുക. നമ്മളുടെ ക്ലാസ് അവസാനിച്ചു. രോഹിണി മാതാജി ശരിയാണ്, മാതാജി തിരക്കാണെങ്കിൽ ലീവ് ചെയ്തോളൂ. ഹരീഷ്, നമ്മുടെ ക്ലാസ് അവസാനിച്ചു. ഞാൻ 3 ശ്ലോകം എടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു ശ്ലോകത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാര്യം പ്രശാന്ത് പ്രഭുവിനൊക്കെ ജോലി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. വീട്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കാണും. അതുകൊണ്ട് നമുക്കിനി എന്താണ് നിങ്ങൾക്ക് മനസ്സിലായതിൽ നിന്ന് ഓരോ പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കറക്ഷനോ തെറ്റോ ഉണ്ടെങ്കിൽ പ്രശാന്ത് പ്രഭു തിരുത്തണം. നിങ്ങൾ ഓരോരുത്തരും, രോഹിണി മാതാജിയൊക്കെ എന്തെങ്കിലും അതിലെ കറക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞൊന്നും എൻ്റെ തെറ്റ് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആസക്തി കൂടാതെ നമ്മൾ കൃഷ്ണാബോധ പ്രവർത്തനം ചെയ്യുന്ന ആ ആളാണ് അത്യുത്തമൻ. ഹരേ കൃഷ്ണ. മാതാജിയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയായിരുന്നോ? മാതാജിയുടെ
ഭക്തിശാസ്ത്രിയുടെ ആ, ചോദ്യം. ഇല്ല, ഞാൻ ഇതിനകത്തൊക്കെ എഴുതി നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ നോക്കിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ ശരിയാണോ തെറ്റാണോ അറിയില്ല. മാതാജി, ഇതാണ് അവസ്ഥ. നമ്മൾ ഇതെല്ലാം പഠിപ്പിച്ച് പോവാണെങ്കിൽ മാതാജി ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല മാതാജി. ഹരേ കൃഷ്ണ. ഹരേ സാരമില്ല, ഞാനത് നോക്കി എഴുതുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ മാതാജിക്ക് ഏതോ ഒരു ശ്ലോകത്തിന്റെ വിവർത്തനത്തിലൊക്കെ ഇത് വരുന്നുണ്ട്. മനസ്സുകൊണ്ട് എങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ ഒരു ശ്ലോകത്തിലുണ്ടെന്നറിയാം. ഇന്ന സ്ഥലത്താന്ന് കൃത്യമായിട്ടൊന്നും പറഞ്ഞു തരാനോ അതിന്റെ എങ്ങനെയോ വായ്ത്താളം അടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ മാതാജി. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. ആസക്തി ഇല്ലാത്ത മനസ്സോടുകൂടി ഭഗവത് കർമ്മങ്ങളിൽ ഏർപ്പെടുക. ഹരേ കൃഷ്ണ. പ്രശാന്ത് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രഭു കറക്ഷൻസ് ഉണ്ടെങ്കിൽ പ്രഭു പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ഈ കഥ പറയുന്നതേ ഉള്ളൂ. എനിക്കല്ലാത്ത വലിയ അറിവില്ല എന്നുള്ള കാര്യം പ്രഭുവിന് നല്ലതുപോലെ അറിയാം. അങ്ങനെയല്ല പ്രഭു പറഞ്ഞിപ്പം മാതാജിമാര് പറഞ്ഞ പോലെ തന്നെ ആസക്തി ഇല്ലാത്തൊരു മനസ്സോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഭഗവാനിൽ ആശ്രയിക്കുക എന്നുള്ളത്. അപ്പൊ ആസക്തി ഇല്ല എന്ന് വെച്ചാൽ കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് ചെയ്യുക. എന്ത് കർമ്മം ചെയ്താലും, നമ്മളിപ്പം ഭക്തി എന്ന് പറയുമ്പോൾ സദാ ഈശ്വരനെയും ധ്യാനിച്ച് നാമം ജപിച്ചിരിക്കുക എന്നുള്ളതല്ല. നമ്മുടേതായ കർമ്മങ്ങളുണ്ട്. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് മുഴുവൻ ഈശ്വരനിൽ സമർപ്പിക്കുക. അപ്പൊ ഈശ്വരനിൽ സമർപ്പിക്കുന്ന കാര്യങ്ങൾ ശുദ്ധമായിരിക്കണം. പരിശുദ്ധമായത് ഈശ്വരന് സമർപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ പരിശുദ്ധമായിരിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരും. ഇപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും ചിന്തയും പ്രവൃത്തിയും എല്ലാം പരിശുദ്ധമായി മാറും. അതാണ് ഭഗവാൻ അവിടെ ഭഗവാൻ അർത്ഥമാക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. കർമ്മങ്ങളെല്ലാം പരിശുദ്ധമാക്കുക, അതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുക, പിന്നെ ബാക്കി ഭഗവാൻ നോക്കിക്കോളും. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. പ്രഭുജി പിന്നെ പ്രശാന്ത് പ്രഭുജി പറഞ്ഞ കഥയുടെ ആ സ്ഥലം ഒന്ന് പറയണേ. ഞാൻ അത് എഴുതിയത് ഇത് വ്യക്തമായില്ല എനിക്ക്. അതങ്ങ് ഉത്തർപ്രദേശ് ഉത്തരാഞ്ചലിലാണ് മാതാജി. ഉത്തർപ്രദേശ് നമ്മുടെ കാശിയും ഒക്കെ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അയോധ്യ. അതെ, അയോധ്യയൊക്കെ ഇരിക്കുന്ന ആ ഒരു സ്ഥലം. ഹരേ കൃഷ്ണ. ഗീത മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധപരമായ സേവന കർമ്മം കൊണ്ട് ഗൃഹസ്ഥനും പരമപദം പ്രാപിക്കാം. ഹരി ബോൾ. ഹരേ കൃഷ്ണ മാതാജി. അടുത്തത് സുജന മാതാജി. കപടവേഷധാരികളായ ഒരാളെക്കാൾ എത്രയോ നല്ലവനാണ് മനസാക്ഷിയോടെ തെരുവ് തൂക്കുന്ന ഒരു തൂപ്പുകാരൻ. ഹരി ബോൾ. ഒരു ഹരേ തൂപ്പുകാരൻ. കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ഇന്നൊരു യാത്രയിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ക്ലാസ് മുഴുവനായിട്ട് കേൾക്കാൻ സാധിച്ചില്ല. കുഴപ്പമില്ല മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി. മാതാജി അവൈലബിൾ ആണോ? ഉണ്ട് പ്രഭു. പ്രഭു ഏത് വർണ്ണത്തിൽപ്പെട്ടതാണെങ്കിലും എന്താണെന്ന് പറഞ്ഞാലും ഭഗവാനെ നല്ല മനസ്സോട് സേവിക്കുക. ഭഗവാനോടൊന്നും ആവശ്യപ്പെടാതെ തന്നെ ഭഗവാനെ നമ്മൾ സേവിക്കുക. ഭഗവാൻ നമുക്ക് വേണ്ടുന്നതല്ല, നമുക്ക് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഇല്ലാത്തതൊക്കെ നമ്മൾ ആവശ്യപ്പെടും. പക്ഷെ ഭഗവാൻ അറിയാം നമുക്ക് എന്ത് വേണം, അത് നമുക്ക് തന്നിരിക്കും. അത് ഏത് വർണ്ണത്തിൽപ്പെട്ടതാണെങ്കിൽ പോലും നമുക്കത് തന്നിരിക്കും. അങ്ങനെ എനിക്ക് മനസ്സിലാകും. ഏത് വർണ്ണത്തിലായാലും ആ വർണ്ണത്തിൽ നിന്നുകൊണ്ട് വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള അതനുസരിച്ചിട്ട് നമ്മൾ കർമ്മം പ്രവർത്തിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്താണ് പരമപദ പ്രാപ്തിക്ക് നമ്മൾ അർഹരാണ്. അതേ വർണ്ണത്തിൽ ക്ഷത്രിയനാണെങ്കിൽ ക്ഷത്രിയന്റെ കടമ ചേർന്ന് ആ ഒപ്പം തന്നെ നമ്മൾ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഏത് വർണ്ണത്തിൽ ഏത് ആശ്രമത്തിലാണെങ്കിലും ആ വേദാചാരങ്ങളിൽ മതാചാരങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നമ്മൾ ആ കൂടെ നമ്മൾ ഭഗവാനെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, മുന്നിൽ നിർത്തിയിട്ട് ചെയ്തു ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പരമപദ പ്രാപ്തിക്ക് അർഹരാണ്. ശ്രീരഞ്ജിനി മാതാജി. ശ്രീരഞ്ജിനി മാതാജി അവൈലബിൾ ആണോ? പൊന്നമ്മ. പറഞ്ഞ മാതാജി. നമ്മുടെ സ്വാർത്ഥഗതി എന്ന് പറയുന്നത്, ജീവിത ഉദ്ദേശം എന്ന് പറയുന്നത് വിഷ്ണുവിനെ പ്രാപിക്കലാണ്. ഇതിന് സഹായകമാണ് വർണ്ണാശ്രമ വ്യവസ്ഥ. അതായത് കൃഷ്ണാവബോധപരമായ സേവനകർമ്മം കൊണ്ട്
ഏത് വർണ്ണത്തിലുള്ളവനും ഏത് ആശ്രമത്തിലുള്ളവനും പരമപദം പ്രാപിക്കാം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഇനി ഞാനൊരു പൊന്നമ്മ മാതാജി ഉണ്ടോ? മാതാജിയെ മാസങ്ങൾക്ക് ശേഷമാണ് കാണാനായിട്ട് സാധിച്ചത്. മാതാജിക്ക് ഇതില് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് അറിയത്തില്ല. മാതാജി പഴയ പ്രേമവൃന്ദാവനം ഡിലീറ്റ് ആയ ഗ്രൂപ്പിലൊക്കെ മാതാജി പോയി മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. ഞാൻ പലതവണ മാതാജിക്ക് അയച്ചു കൊടുത്തു, എന്നിട്ട് മാതാജിക്ക് കയറാൻ അറിയത്തില്ലായിരുന്നു. അത് കാരണം മിസ്സായിപ്പോയി. എല്ലാ ദിവസവും രാമായണത്തിലും മാതാജിക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നന്നായിട്ട് രാമായണമൊക്കെ പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് സഹായിക്കാനായിട്ട് പറ്റിയില്ല. ഇത് പറഞ്ഞപ്പോൾ മാതാജി ഹരേ കൃഷ്ണ ഓൺ ആക്കാണ്ട് അറിയോ? മ്യൂട്ട് ഒന്ന് മാറ്റിക്കേ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. ഉഷാമണി മാതാജി ഹരേ കൃഷ്ണ. പ്രശാന്ത് പ്രഭുവിന് അറിയാലോ ഉഷാമണി മാതാജി അല്ലേ? ഉം. ഉഷാമണി മാതാജിയും പ്രശാന്ത് പ്രഭു ഞാനൊക്കെ ജയഗോപാൽ പ്രഭുവിന്റെ സ്റ്റുഡൻസ് ആയിരുന്നു ഒരു സമയങ്ങളിൽ. അങ്ങനെ ഒരു സത്സംഗത്തിലുള്ളതാണ്. ഇപ്പോഴും അതേ പ്രഭു സ്റ്റുഡന്റ് ആണ്. അതെ അല്ലേ? മാതാജി ജോലിയുടെ ഇടയ്ക്കാണ് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ കയറുന്നത്. അങ്ങനെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്ര ഭഗവാന്റെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെ ഒക്കെ കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇന്നിപ്പോൾ രാമായണ പാരായണം ഇന്നുണ്ടായിരിക്കുന്നതല്ല. ഇനി നാളെ തൊട്ട് അത് വീണ്ടും തുടരെ നമുക്ക് തീർക്കണം എന്നുണ്ട്. എല്ലാ ദിവസവും യാതൊരു മുടക്കവും വരാതെ പൂർത്തിയാകണമെന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുപശ്ച കൃപാസന്ധുഭേവച പദാനം ഭാവനേഷു വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. പ്രഭു താങ്ക്സ് പ്രഭു. ഇനി വീണ്ടും കാണണം. തീർച്ചയായിട്ടും പ്രഭു, തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.